AI ബേസ്ഡ് ആയിട്ടുള്ള പൈത്തൺ ജാങ്കോ ഫുൾ സ്റ്റാക്ക് ഇന്റേൺഷിപ്പ്. ഇവിടുത്തെ ഫുൾ സ്റ്റാക്കിന് എന്താണ് പ്രത്യേകത? ഒരുപാട് ഫുൾ സ്റ്റാക്ക് ഇന്റേൺഷിപ്സ് ഓഫർ ചെയ്യുന്ന സ്ഥലങ്ങളുണ്ട്. ഇവിടെ നിങ്ങൾക്ക് ഒരു ഇന്റേൺഷിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ജോലി കിട്ടുമോ, ഇവിടെ നിങ്ങൾക്ക് എന്തെങ്കിലും ഗുണമുണ്ടോ, ഇത് നിങ്ങൾ അറിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് ജോയിൻ ചെയ്യണോ വേണ്ടുന്നത് ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റും. സോ ഈ ഒരു വീഡിയോ കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് തന്നെ നമ്മുടെ ഇവിടുത്തെ ഫുൾ സ്റ്റാക്കിന്റെ സ്പെഷ്യാലിറ്റി, ഒരു ബേസ് ഇല്ലാത്ത ഒരാൾ വന്നാൽ ഇവിടെ അത് എങ്ങനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും, ബേസ് ഉള്ള ഒരാൾക്ക് അത് എങ്ങനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും, ഇതിന്റെ ഡ്യൂറേഷൻ എങ്ങനെയാണ് തുടങ്ങിയ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ഫുൾ സ്റ്റാക്ക് ഇന്റേൺഷിപ്പ് എന്ന് പറയുമ്പോൾ സത്യത്തില് ഫുൾ സ്റ്റാക്ക് എന്നൊരു വേർഡ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഫ്രണ്ട് എൻഡും ബാക്ക് എൻഡും ഡിപ്ലോയ്മെന്റും ഒക്കെ കൂടെ ചേരുമ്പോഴാണ് ഫുൾ സ്റ്റാക്ക് എന്ന് ഉദ്ദേശിക്കുന്നത്. മെയിൻലി ഫ്രണ്ട് എൻഡും ബാക്ക് എൻഡും ആണ് കൂടുതലായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്തത്. ഒരു ഫുൾ സ്റ്റാക്ക് ഡെവലപ്പർ ആകുമ്പോൾ അയാൾക്ക് ഡിപ്ലോയ്മെന്റും കൂടെ അറിഞ്ഞിരിക്കേണ്ടതായിട്ട് ഉണ്ട്. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇപ്പോ നിങ്ങളൊരു ബിടെക് സിവിൽ പഠിച്ച ഒരാളാന്ന് വിചാരിക്കും, അല്ലെങ്കിൽ ഒരു BA കഴിഞ്ഞ ആളാന്ന് കരുതുക, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഡിഗ്രി കമ്പ്യൂട്ടർ സയൻസുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത ഒരാളാണെന്ന് നിങ്ങൾ വിചാരിക്കും. അങ്ങനെയാണ് നിങ്ങൾക്ക് കോഡിംഗ് ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉണ്ട്, പക്ഷെ നിങ്ങൾക്ക് ബേസ് ഇല്ല, നിങ്ങൾക്ക് ഡാറ്റാ സ്ട്രക്ചർ അറിയില്ല, DBMS അറിയില്ല, CEO ജാവയോ ഒന്നും അറിയില്ല. നിങ്ങൾക്ക് ഒരു ടെൻഷനും വേണ്ട. നിങ്ങൾക്കായിട്ട് ഒരു ആഡ് ഓൺ കോഴ്സ് ഞങ്ങൾ ഓഫർ ചെയ്യുന്നുണ്ട്. ആഡ് ഓൺ കോഴ്സ് എന്ന് ഉദ്ദേശിക്കുന്നത് നല്ലൊരു ഡെവലപ്പർ അറിഞ്ഞിരിക്കേണ്ട കുറെ ഏരിയാസ് ഉണ്ട്. ഡാറ്റാ സ്ട്രക്ചർ നന്നായിട്ട് അറിയണം, പ്രോഗ്രാമിംഗിൽ ഒബ്ജക്റ്റ് ഓറിയന്റഡ് കോൺസെപ്റ്റും പ്രൊസീജിയർ ഓറിയന്റഡ് കോൺസെപ്റ്റ്, അതായത് C എന്ന ലാംഗ്വേജും ജാവ എന്ന ലാംഗ്വേജും പഠിക്കുമ്പോൾ തന്നെ ഈ രണ്ട് കോൺസെപ്റ്റും പഠിക്കാൻ പറ്റും. DBMS ഡാറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റം, ക്ലയന്റ് സെർവർ കണക്ഷൻ എന്താണ്, DBMSനകത്ത് എങ്ങനെയാണ് ക്വറീസ് എഴുതേണ്ടത്, അവിടുത്തെ ട്രാൻസാക്ഷൻസ് എന്തൊക്കെയാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്ക് അറിഞ്ഞിരിക്കണം. കമ്പൈലർ, ഇന്റർപ്രറ്റർ പോലുള്ള ട്രാൻസ്ലേറ്റർ. സിംപ്ലി കമ്പൈലർ എന്താണെന്ന് ചോദിച്ചാൽ മിക്ക പേർക്കും അറിയാവുന്നത് കമ്പൈലർ ഒരു ട്രാൻസ്ലേറ്റർ ആണ്. ഹൈ ലെവൽ ലാംഗ്വേജിനെ ലോ ലെവൽ ലാംഗ്വേജിലേക്ക് കൺവേർട്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഒരു ട്രാൻസ്ലേറ്റർ. ഇതിനപ്പുറം കമ്പൈലർ വർക്ക് ചെയ്യുന്ന സമയത്ത് കമ്പൈലറിനകത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് നടക്കുന്നത്, കമ്പൈലർ ഈ കോഡ് എങ്ങനെയായിരിക്കും ഒപ്റ്റിമൈസ് ചെയ്യുന്നത്, ഇതൊക്കെ നമുക്ക് അറിയാമെങ്കിൽ കോഡ് എഴുതുന്ന സമയത്ത് തന്നെ ഡെവലപ്പർക്ക് തന്നെ ഇതും കൂടെ ഹാൻഡിൽ ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ അതിനനുസരിച്ച് അയാൾക്ക് അയാളുടെ കോഡ് എഴുതാൻ സാധിക്കും. അതുപോലെ സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് പ്രോസസ് എന്താണ്, SDLC സിസ്റ്റം ഡെവലപ്മെന്റ് ലൈഫ് സൈക്കിൾ എന്താണ്, ഓരോ സൈക്കിളിലും എന്തൊക്കെ ഡോക്യുമെന്റേഷൻസ് വേണം, ഓരോ സൈക്കിളിലും ഓരോ സ്റ്റേക്ക് ഹോൾഡേഴ്സിന്റെ ഡ്യൂട്ടീസ് എന്തൊക്കെയാണ് തുടങ്ങിയ ഒത്തിരി കാര്യങ്ങൾ ഒരു ഡെവലപ്പർ മസ്റ്റ് ആയിട്ട് അറിഞ്ഞിരിക്കണം. സോ ഇതൊക്കെ അറിയാമെങ്കിൽ നിങ്ങളൊരു കോഡ് എഴുതുമ്പോൾ ആ കോഡിനും അതുപോലെ തന്നെ സ്റ്റാൻഡേർഡ് ഉണ്ടാവും. സിംപ്ലി ഒരു കോഡിംഗ് സ്റ്റാൻഡേർഡ് തന്നെ പലർക്കും അറിയില്ല. ഒരു പ്രോജക്റ്റ് എഴുതുന്ന സമയത്ത് ഒരു പ്രോജക്റ്റിനകത്ത് വരുന്ന ക്ലാസ് നെയിം അല്ലെങ്കിൽ ഒരു വേരിയബിൾ നെയിം, ഇവൻ അതിനൊരു നെയിം പോലും പ്രോപ്പറായിട്ട് കൊടുക്കാൻ അറിയാത്ത ഡെവലപ്പേഴ്സ് ഇന്ന് നമ്മുടെ ഇടയിലുണ്ട്. ഇത് എന്താണ് ഇതിന്റെ പ്രശ്നം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പലപ്പോഴും അതിന്റെ ഒരു ബേസ് കിട്ടാതെ, കോഡിംഗ് സ്റ്റാൻഡേർഡ്സ് ഒക്കെ സത്യത്തിൽ പഠിച്ചെടുക്കാൻ ഒരു 1-2 മിനിറ്റ് മതി. കോഡിംഗ് സ്റ്റാൻഡേർഡ്സ് ഓരോ ലാംഗ്വേജിലും ഉണ്ട്. പക്ഷെ ഇത് എന്താണ് അതിന്റെ ഇമ്പോർട്ടൻസ് എന്ന് മനസ്സിലാക്കാതെ AI ടൂൾസിന്റെ സപ്പോർട്ടിലോ അല്ലെങ്കിൽ എവിടെ നിന്നെങ്കിലും കുറച്ച് ടോപ്പിക്സ് നമ്മൾ ക്യാപ്സ്യൂൾ ആയിട്ട് പഠിച്ചു വെച്ചിട്ട് അത് മാത്രം ഫോളോ ചെയ്ത് പോകുന്ന അങ്ങനെയുള്ള ആൾക്കാർക്കാണ് കരിയറിൽ പ്രോപ്പർ ആയിട്ട് നിങ്ങൾക്ക് ഒരു പ്രൊമോഷൻ കിട്ടാതെ വരിക, മറ്റൊരു നല്ല കമ്പനിയിലേക്ക്. ഇപ്പൊ ആദ്യത്തെ 1-2 വർഷമൊക്കെ ഒരു കമ്പനി നമുക്ക് ജോലി കിട്ടും. പക്ഷെ ഇതിനപ്പുറം നമുക്കൊരു കമ്പനിയിലേക്ക് ഷിഫ്റ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ആമസോൺ പോലത്തെ ഒരു കമ്പനി എന്ന് വിചാരിക്കും. അവിടെ ആമസോണിൽ കയറണമെങ്കിൽ അല്ലെങ്കിൽ അതുപോലെയുള്ള കമ്പനിയിൽ കയറണമെങ്കിൽ അവർക്ക് ഡാറ്റാ സ്ട്രക്ചർ തന്നെയാണ് അവിടുത്തെ ഒരു ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. അൽഗോറിതം ഡിസൈൻ ഉണ്ട്. ഒരു അൽഗോറിതം നമ്മൾ ഡിസൈൻ ചെയ്യുമ്പോൾ അൽഗോറിതത്തിൽ എന്ത് സ്ട്രാറ്റജി അപ്ലൈ ചെയ്യണം, ഡിവൈഡ് ആൻഡ് കോൺകർ അപ്ലൈ ചെയ്യണോ, അല്ലെങ്കിൽ ഡൈനാമിക് പ്രോഗ്രാമിംഗ് അപ്ലൈ ചെയ്യണോ, അവിടെ നമുക്ക് ഗ്രീഡി ആണോ അപ്ലൈ ചെയ്തത്, ഇതൊക്കെ ഡിഫറെന്റ് അൽഗോറിതം ഡിസൈൻ ടെക്നിക്സ് ആണ്. ഒരു സിറ്റുവേഷനിൽ ഡിഫറെന്റ് അൽഗോറിതംസ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അവിടെ നമ്മൾ ഏത് അൽഗോറിതം ചൂസ് ചെയ്യും, അവിടുത്തെ ടൈം നമ്മൾ നോക്കണം, അവിടുത്തെ എക്സിക്യൂഷൻ മെമ്മറി സ്പേസ് എത്രയും നോക്കണം. ഇങ്ങനെ പല ഫാക്ടേഴ്സ് ഉണ്ട്. ഈ ഫാക്ടേഴ്സ് ഒക്കെ നിങ്ങൾ ഒരു ബേസും ഇല്ലാത്ത ഒരാൾക്കാണെങ്കിലും പഠിപ്പിച്ചു. ഇപ്പൊ നിങ്ങളുടെ കയ്യിൽ ഒരു ഡിഗ്രി ഉണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ +2 കഴിഞ്ഞു ഡിഗ്രിയിലേക്ക് ഇപ്പം ജോയിൻ ചെയ്തു, അല്ലെങ്കിൽ ഫസ്റ്റ് ഇയർ BTech or BSc കമ്പ്യൂട്ടർ സയൻസ് ഏതെങ്കിലും ഡിഗ്രി ആയിക്കോട്ടെ, നിങ്ങൾ ജോയിൻ ചെയ്തു, നിങ്ങളൊരു ഡിഗ്രി കൂടെ അതിന്റെ കൂടെ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ട ബേസിക് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ മസ്റ്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട ഏരിയാസ് ഒക്കെ കൂടി കവർ ചെയ്തിട്ട് ഒരു ബേസിക് ആയിട്ടുള്ള ഒരു ആഡ് ഓൺ കോഴ്സ്. ഇതൊരു ഓപ്ഷണൽ ആണ്, എല്ലാവരും ഇത് പഠിക്കണം എന്ന് നിർബന്ധമൊന്നുമില്ല. ബേസ് ഇല്ലാത്ത ആൾക്കാർക്കായിട്ട് ഇലക്ട്രോണിക്സോ സിവിലോ മറ്റേതെങ്കിലും ഡിഗ്രി പഠിച്ച ഒരാൾക്ക്, ഇവൻ കമ്പ്യൂട്ടർ സയൻസ് പഠിച്ചെങ്കിലും ചിലപ്പോൾ നിങ്ങൾക്ക് ഇതിനെ കുറിച്ചൊരു ഐഡിയ ഉണ്ടാവത്തില്ല. നമ്മൾ എന്തൊക്കെയോ പഠിച്ചു, എഴുതി, പാസ്സായി,
അതിനപ്പുറം നമുക്ക് ആ സബ്ജക്ട് നോളജ് ചിലപ്പോൾ ഉണ്ടാകണമെന്നില്ല. അങ്ങനെയുള്ള ആൾക്കാർക്ക് നിങ്ങൾക്ക് വേണ്ടിയിട്ട് 2 മാസത്തെ ഒരു ആഡ് ഓൺ കോഴ്സ് ആണ്, ഇന്റേൺഷിപ്പ് അല്ല കോഴ്സ് ആണ്, അത് ഞങ്ങൾ പഠിപ്പിച്ചു തരും. ഞങ്ങളത് ഓരോ ടോപ്പിക്സ് ആയിട്ട് നിങ്ങൾക്ക് പഠിപ്പിച്ചു തന്ന് നിങ്ങളുടെ ലോജിക്കും നിങ്ങളുടെ ഈ പറയുന്ന ഏരിയാസിന്റെ ഒക്കെ നോളജും ഒക്കെ ഞങ്ങൾ ഇംപ്രൂവ് ചെയ്തു തരും. ഈ 2 മാസം കഴിയുമ്പോൾ ഇപ്പൊ നിങ്ങളൊരു സിവിൽ പഠിച്ച കുട്ടിയായിക്കോട്ടെ, അല്ലെങ്കിൽ BA ഇംഗ്ലീഷ് കഴിഞ്ഞ ഒരാളായിക്കോട്ടെ, BCom കഴിഞ്ഞ ഒരാളായിക്കോട്ടെ, ഈ പറയുന്ന ഏരിയാസ് ഒക്കെ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ ഒരു കമ്പ്യൂട്ടർ സയൻസ് കഴിഞ്ഞ് ഇറങ്ങുന്ന ആളുടെ സെയിം ലെവൽ അല്ലെങ്കിൽ അതിലും മേലെ നിങ്ങളുടെ ലെവൽ ഇൻക്രീസ് ആയിട്ടുണ്ടാവും. ബിടെക് കമ്പ്യൂട്ടർ സയൻസ് കഴിഞ്ഞ് ഇറങ്ങുന്ന ഒരാളുടെ ലെവൽ ഉണ്ടല്ലോ, അയാൾക്ക് അറിയാവുന്ന കോർ ഏരിയാസ് ഉണ്ടല്ലോ, ആ കാര്യങ്ങളൊക്കെ IT ഫീൽഡിൽ ഇത് എങ്ങനെ അപ്ലൈ ചെയ്യുന്നു, എവിടെ അപ്ലൈ ചെയ്യുന്നു, അതിന്റെ ആപ്ലിക്കേഷൻ ഉൾപ്പെടെ ആയിരിക്കും നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ഞാൻ വീണ്ടും പറയുന്നു, ഇതൊരു ഇന്റേൺഷിപ്പ് അല്ല, ഇതൊരു ആഡ് ഓൺ കോഴ്സ് ആണ്. 2 months ആണ് ഡ്യൂറേഷൻ. ഇത് നിങ്ങൾ പഠിപ്പിച്ചു തരും. ആ ഒരു 2 monthsന്റെ ആഡ് ഓൺ കോഴ്സ് കഴിഞ്ഞാൽ നെക്സ്റ്റ് നമ്മൾ പോകുന്നത് ഇന്റേൺഷിപ്പിലേക്കാണ്. ഫുൾ സ്റ്റാക്ക് ഇന്റേൺഷിപ്പിൽ ഇവിടെ നിങ്ങൾക്കായിട്ട് ഞങ്ങൾ ഒന്നും പഠിപ്പിച്ചു തരത്തില്ല. പകരം നിങ്ങൾ ഇവിടെ ഡേ 1 മുതൽ ഒരു ഡെവലപ്പർ എങ്ങനെയാണോ ഓഫീസിൽ വർക്ക് ചെയ്യുന്നത്, ഡെയിലി അയാൾക്ക് അയാളുടെ ടീം ലീഡ് ടാസ്ക് കൊടുക്കുന്നു, ആ ടാസ്ക് ബേസ് ചെയ്തിട്ട് അയാൾ ആ പ്രൊജക്റ്റിലെ കോഡ് എഴുതുന്നു. ഇതിങ്ങനെ പോവുകയാണ്. ഇതാണ് ഒരു IT കമ്പനി നടക്കുന്നത്. ഞാനത് ചുരുക്കി പറഞ്ഞതാണ്. ഇതിന്റെ ഡീറ്റെയിൽസ് ഞാൻ കുറച്ച് കഴിയുമ്പോൾ പറഞ്ഞുതരാം. ഈ ഒരു ഫോർമാറ്റിലാണ് ഇന്റേൺഷിപ്പ് പോകുന്നത്. ഇവിടുത്തെ ഇന്റേൺഷിപ്പിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത ഇതാണ്. ഇന്റേൺഷിപ്പിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഡേ 1 മുതൽ നിങ്ങൾക്ക് ടാസ്ക് ആണ് അസൈൻ ചെയ്യുന്നത്. ഇനി അജൈൽ മെത്തഡോളജി കമ്പ്യൂട്ടർ സയൻസ് പഠിച്ച കുട്ടികൾക്ക്, BSc കമ്പ്യൂട്ടർ സയൻസ്, BCA, ബിടെക് കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ ബിടെക് IT പഠിച്ച കുട്ടികൾക്കൊക്കെ അജൈൽ എന്താണെന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. അജൈൽ മെത്തഡോളജി അക്രോസ് ദ വേൾഡ് സോഫ്റ്റ്വെയർ ഇൻഡസ്ട്രിയിൽ ഫോളോ ചെയ്യുന്ന ഒരു മെത്തഡോളജിയാണ് അജൈൽ മെത്തഡോളജി. എന്റെ ടീമില് ഞങ്ങൾ ഏകദേശം ഒരു 8 പേര്, ഞങ്ങൾ 8 പേരായിരുന്നു എന്റെ ടീമിനകത്തുണ്ടായിരുന്നത്. അപ്പൊ ഈ 8 പേര് മാനേജ് ചെയ്യാന്നുള്ള റെസ്പോൺസിബിലിറ്റി എനിക്കാണല്ലോ. ഇത് ഞാൻ മാത്രമല്ല, എല്ലാ കമ്പനീസിലും ഞാൻ ഈ പറയുന്ന ഒരു പാറ്റേൺ ആണ് ഓൾമോസ്റ്റ് ഫോളോ ചെയ്ത് പോകുന്നത്. ഇവിടെ ഞാൻ ചെയ്യുന്നത്, എനിക്കൊരു പ്രൊജക്ട് വരുമ്പോൾ, നമ്മുടെ ടീമിലേക്ക് ഒരു പ്രൊജക്ട് നമ്മൾ ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഈ പ്രൊജക്ടിനെ ഡിവൈഡ് ചെയ്യും. ഈ പ്രൊജക്ടിനെ ഡിവൈഡ് ചെയ്തിട്ട് നെക്സ്റ്റ് 2 weeks, സപ്പോസ് ഇന്ന് മൺഡേ ആണെങ്കിൽ ഈ മൺഡേ മുതൽ ഈ വീക്ക് ആൻഡ് നെക്സ്റ്റ് വീക്ക് കൂടെ ചേർത്ത് നെക്സ്റ്റ് വീക്ക് എൻഡ് യൂഷ്വലി ഫ്രൈഡേ ഈവനിങ് അല്ലെങ്കിൽ ഫ്രൈഡേ ആഫ്റ്റർനൂൺ ഒരു ക്ലൈന്റ് മീറ്റിംഗ് വെക്കും. അതായത് 2 weeksന്റെ ഒരു ഡ്യൂറേഷൻ അവിടെ ഉണ്ടാകുന്നത്. ഈ 2 weeksന്റെ ഡ്യൂറേഷൻ നമ്മളൊരു സ്പ്രിന്റ് എന്ന് പറയും. ടെക്നിക്കലി അതിന് സ്പ്രിന്റ് എന്ന് വിളിക്കുന്നത്. ചില കമ്പനീസിൽ 3 weeks ആയിട്ടും സ്പ്രിന്റ് ഇടാറുണ്ട്. അപ്പൊ അങ്ങനെ ഒരു സ്പ്രിന്റ് ഇട്ടിട്ട് ഈ സ്പ്രിന്റ് എൻഡിങ് ആകുന്ന ടൈമിൽ ക്ലൈന്റ് മീറ്റിംഗ് വെക്കുന്നുണ്ട്. ഈ 2 weeksന്റെ സ്പ്രിന്റിൽ എന്തൊക്കെയാ ചെയ്യണമെന്ന് അറിയാം. മൺഡേ മുതൽ ടീമിനകത്തുള്ള മെമ്പേഴ്സിനുള്ള ആക്ടിവിറ്റീസ് നമ്മൾ പ്ലാൻ ചെയ്ത് വെക്കും. എന്തൊക്കെ ടാസ്ക് ആണ് ചെയ്യേണ്ടത്. ഇപ്പം എനിക്ക് ചെയ്യേണ്ട ടാസ്ക് എന്തൊക്കെയാണ്, ഞാൻ ബാക്ക് എൻഡ് ഡെവലപ്പർ ആണ്, അപ്പൊ എന്റെ കൂടെ മറ്റുള്ള ബാക്ക് എൻഡ് ഡെവലപ്പേഴ്സ് എന്തൊക്കെയാണ് ചെയ്യേണ്ടത്. അങ്ങനെ മൺഡേ ഞങ്ങൾക്ക് എന്ത് ചെയ്യണം, ട്യൂസ്ഡേ ഞങ്ങൾ എഴുതുന്ന APIs ആയിരിക്കും നെക്സ്റ്റ് ഡേ ഫ്രണ്ട് എൻഡ് ഡെവലപ്പേഴ്സിന്റെ കയ്യിലേക്ക് പോകുന്നത്. ട്യൂസ്ഡേ ആകുമ്പോൾ ഫ്രണ്ട് എൻഡ് ഡെവലപ്പേഴ്സ് ഈ APIs ബൈൻഡ് ചെയ്യണം. സോ അവർക്ക് നമ്മളിത് ടാസ്ക് ആയിട്ട് അസൈൻ ചെയ്യണം. അത് കഴിഞ്ഞിട്ട് ട്യൂസ്ഡേ വെനസ്ഡേക്ക് അതിന്റെ ബൈൻഡിങ്ങും അതിന്റെ വർക്കായിരിക്കും. വെനസ്ഡേ ഓർ തേഴ്സ്ഡേ കഴിയുമ്പോൾ ഇത് നേരെ ടെസ്റ്ററുടെ കയ്യിലേക്ക് പോകണം. ഇങ്ങനെ ഒരു ചെയിൻ ഉണ്ട്. ഈ ഒരു ചെയിൻ കറക്റ്റ് ആയിട്ട് നമ്മൾ പ്ലാൻ ചെയ്തായിരിക്കും അതൊരു 2 weeksന്റെ സ്പ്രിന്റ് സെറ്റ് ചെയ്യുന്നു. ഈ 2 weeksന്റെ എൻഡിങ്ങിൽ ക്ലയന്റിനെ ഇത് ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്ന സമയത്ത് അവിടെ മേജർ ആയിട്ട് എന്തെങ്കിലും ഫീച്ചേഴ്സ് ഉണ്ടാവും, അല്ലെങ്കിൽ എന്തെങ്കിലും ക്ലയന്റിന്റെ റിക്വയർമെന്റ് അനുസരിച്ചിട്ട് അവിടെയുള്ള ഫീച്ചേഴ്സ് നമ്മൾ അവിടെ ഡെലിവർ ചെയ്ത് കൊടുക്കുന്നു. ഇതിപ്പോ ഞാൻ സ്പ്രിന്റ് ആയിട്ട് പറഞ്ഞില്ലേ, ഈ ഒരു സ്പ്രിന്റ് കോൺസെപ്റ്റ് ഓൾമോസ്റ്റ് എല്ലാ കമ്പനീസിലും ഫോളോ ചെയ്ത് പോകുന്നതാണ്. ഇവിടുത്തെ ഇന്റേൺഷിപ്പിനും യാതൊരു ചേഞ്ചും ഇല്ല, ഇതുപോലെ തന്നെയാണ്. ഞങ്ങളും സ്പ്രിന്റ് ആയിട്ട് തന്നെയാണ് ഫോളോ ചെയ്യുന്നത്. അതായത് അജൈൽ മെത്തഡോളജി തന്നെയാണ് ഞങ്ങളും ഫോളോ ചെയ്യുന്നത്. ഡേ 1, ഡേ 2, ഡേ 3 ഒക്കെ ഓരോ ദിവസവും നിങ്ങൾക്ക് വേണ്ട ടാസ്ക് എന്താണെന്നുള്ളത് ഞങ്ങൾ കൃത്യമായിട്ട് നിങ്ങളുടെ ടീം ലീഡ് നിങ്ങളെ അറിയിക്കും. നിങ്ങളുടെ ടീം ലീഡ് ആരാധന വഴിയെ പറഞ്ഞു തരാം. നിങ്ങൾക്ക് എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് നിങ്ങൾക്ക് ടാസ്ക് അസൈൻ ചെയ്ത് തരുന്നു. അതിനനുസരിച്ച് ഡെയിലി ടീം ലീഡ്സ് നിങ്ങൾക്ക് മീറ്റിംഗ് കണ്ടക്ട് ചെയ്യും. ഓഫ്ലൈൻ ആയിട്ടും ഓൺലൈൻ ആയിട്ടും ഇവിടെ ഫുൾ സ്റ്റാക്ക് അവൈലബിൾ ആണ്. ഓഫ്ലൈൻ മീറ്റിംഗ്സ് ആണ് കണ്ടക്ട് ചെയ്യുന്നതെങ്കിൽ അതിന് നമ്മൾ യൂഷ്വലി സ്റ്റാൻഡപ്പ് മീറ്റിംഗ്സ് എന്നാണ് പറയുന്നത്. റൗണ്ട് ആയിട്ട് ടീം മെമ്പേഴ്സ് ഒക്കെ കൂടിയിട്ട് നിൽക്കുന്ന ഒരു മീറ്റിംഗ് ആണ് സ്റ്റാൻഡപ്പ് മീറ്റിംഗ്സ്. യൂഷ്വലി IT കമ്പനീസിലും മറ്റുള്ള MNCസിലൊക്കെ ഡെയിലി ഇങ്ങനെ സ്റ്റാൻഡപ്പ് മീറ്റിംഗ്സ് കണ്ടക്ട് ചെയ്ത് പോകാറുണ്ട്. മറ്റൊരു മീറ്റിംഗ് ഉണ്ട്, സ്ക്രം കോൾസ് പറയും. ഓൺലൈൻ ആയിട്ട് നമ്മൾ കണ്ടക്ട് ചെയ്യുന്ന ഗൂഗിൾ മീറ്റോ സൂം മീറ്റോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്ലാറ്റ്ഫോമിലൂടെ ഓൺലൈൻ ആയിട്ട് കണ്ടക്ട് ചെയ്യുന്നത് സ്ക്രം കോൾ ആയി. സ്ക്രം കോൾസ് ആയിട്ടോ അല്ലെങ്കിൽ സ്റ്റാൻഡപ്പ് മീറ്റിംഗ്സ് ആയിട്ടോ നമ്മൾ ഡെയിലി ഇവിടെ മീറ്റിംഗ്സും കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ടീം ലീഡ്സ് ടീം മെമ്പേഴ്സിനകത്തുള്ള ഓരോരുത്തരുടെയും ഡീറ്റെയിൽസ് പ്രോപ്പർ ആയിട്ട് ട്രാക്ക് ചെയ്തിട്ട് നിങ്ങൾ എവിടെയാണ് ബ്ലോക്കായി നിൽക്കുന്നത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഒരു മെന്റർ സപ്പോർട്ടിന്റെ ആവശ്യം ഉണ്ടെങ്കിൽ അവിടെ ടീം ലീഡ് ഞങ്ങളെ കോൺടാക്ട് ചെയ്യും. ടീം ലീഡിന് അത് അറിയാമെങ്കിൽ ടീം ലീഡ് പറഞ്ഞു തരും.
പക്ഷെ അറിയാനുള്ള ചാൻസ് റയർ ആയിരിക്കും. അതിന്റെ റീസൺ ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് പറഞ്ഞുതരാം. ടീം ലീഡ് ഞങ്ങളെ കോൺടാക്ട് ചെയ്യും, ഞങ്ങളോട് പറയും ഇവിടെ ബ്ലോക്കായി നിൽപ്പുണ്ട്. അറിയാമെങ്കിൽ അത് നിങ്ങൾ പരസ്പരം സപ്പോർട്ട് ചെയ്യും, ഇല്ലെങ്കിൽ ഞങ്ങളെ അറിയിക്കും. ഞങ്ങൾ നിങ്ങൾക്കായിട്ടൊരു ലീഡ് തരും. നിങ്ങൾക്ക് കംപ്ലീറ്റ്ലി പഠിപ്പിച്ചു തരില്ല, നിങ്ങൾക്ക് ആ ബ്ലോക്ക് ഓപ്പൺ ചെയ്യാനുള്ള ഒരു ലീഡ് തരും. അപ്പം ഇങ്ങനെയാണ് പോകുന്നത്. സോ ഇവിടെ ഒരു സ്പ്രിന്റ് പറഞ്ഞു, സ്പ്രിന്റിനകത്ത് ഡെയിലി സ്ക്രം കോൾസ് പറഞ്ഞു. ഈ സ്ക്രം കോൾസിന്റെ ബേസിസിൽ നിങ്ങൾക്ക് ടാസ്ക് അസൈൻ ചെയ്യുന്നു പറഞ്ഞു. ഈ ടാസ്ക് നമ്മൾ എൻറ്റർ ചെയ്ത് വെക്കുന്നത് ഏതെങ്കിലും ടാസ്ക് മാനേജ്മെന്റ് ടൂൾസിലായിരിക്കും. ജിറ, ട്വിലിയോ, ബോഡിയോ പോലുള്ള ഒത്തിരി ടിക്കറ്റ് മാനേജ്മെന്റ് സിസ്റ്റംസ് അല്ലെങ്കിൽ ടാസ്ക് മാനേജ്മെന്റ് സിസ്റ്റംസ് ഉണ്ട്. ഓൾമോസ്റ്റ് ഒത്തിരി കമ്പനീസിൽ യൂസ് ചെയ്യുന്ന ഒരു ടൂളാണ് ജിറ. നിങ്ങൾക്ക് ഇന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ മനസ്സിലാവും. ഇതാണ് അതിന്റെ ലോഗോ. ജസ്റ്റ് ഒന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ അവരുടെ വെബ്സൈറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ അവരുടെ തന്നെ പേജിൽ കാണാൻ പറ്റും ടാസ്ക് മാനേജ്മെന്റ് സിസ്റ്റം. ഇവിടെ ജിറ യൂസ് ചെയ്യുന്നുണ്ട്. നമ്മുടെ തന്നെ വെബ്സൈറ്റിൽ ഞങ്ങൾ ഇതുപോലെ തന്നെ ടിക്കറ്റ് മാനേജ്മെന്റ് സിസ്റ്റം ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ട്. അത് ഇവിടെ ഇന്റേണൽ വർക്ക് ചെയ്യുന്ന ഞങ്ങളുടെ ഓഫീസിന്റെ വർക്കൊക്കെ പ്രോപ്പർ ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ ഞങ്ങളുടെ വെബ്സൈറ്റിൽ ഞങ്ങൾ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ഒരു MNCയിൽ ഡെയിലി ടിക്കറ്റ്സ് വെച്ചിട്ട് വർക്ക് ചെയ്ത് പോകുമ്പോൾ അതിന്റെ ഒരു സ്റ്റാറ്റസ് പ്രോപ്പർ ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. സോ ആ പാറ്റേൺ നിങ്ങൾക്ക് ഇവിടെ ഉണ്ട്. ഇവിടെ ഓരോ ദിവസവും ടിക്കറ്റ്സിന്റെ ബേസിസിലായിരിക്കും നിങ്ങളുടെ ടാസ്ക് ഒക്കെ ഞങ്ങൾക്ക് മോണിറ്റർ ചെയ്യാൻ സാധിക്കുന്നത്. അജൈൽ മെത്തഡോളജി വെച്ചിട്ട് മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾക്കൊരു IT കമ്പനിയിൽ വർക്ക് ചെയ്യാൻ പോകുന്ന സമയത്തും നിങ്ങൾക്ക് അതൊക്കെ ഈസി ആയിരിക്കും. ഇതിന്റെ ഒരു വലിയ ബെനിഫിറ്റ് എന്താണെന്നറിയോ? ഈ അജൈൽ മെത്തഡോളജി ഫോളോ ചെയ്ത് നിങ്ങൾ നാളെ ഒരു കമ്പനിയിൽ പോകുമ്പോൾ നിങ്ങൾക്ക് അവിടുത്തെ ഒരു എൻവയോൺമെന്റിൽ നിങ്ങൾക്ക് എത്തുമ്പോൾ ഈസി ആയിരിക്കും. കാരണം ഓൾറെഡി ഇവിടെ നിങ്ങൾ ചെയ്ത് ശീലിച്ച കാര്യങ്ങൾ തന്നെയാണ് അവിടെയും നിങ്ങൾക്ക് ചെയ്യാനായിട്ട് വരുന്നത്. ഞാൻ ഈ പറഞ്ഞത് നമ്മുടെ ഒരു സിസ്റ്റത്തിൽ ഒരു ഫ്രെയിം വർക്കിന്റെ ഒരു സൈഡാണ്. മറ്റൊരു സൈഡ് എന്ന് പറയുന്നത് നമ്മുടെ സ്കിൽസ് എങ്ങനെ ഇംപ്രൂവ് ചെയ്യാം, നിങ്ങളുടെ സ്കിൽസ് നിങ്ങൾക്ക് എങ്ങനെ അപ്സ്കില്ല് ചെയ്യാന്നുള്ളതാണ്. അതിന് ഞാനൊരു സ്പ്രിന്റിന്റെ കാര്യം പറഞ്ഞല്ലോ. ഇങ്ങനെ കുറെ സ്പ്രിന്റ്സ് ചേരുമ്പോഴാണ് ഇവിടുത്തെ ഇന്റേൺഷിപ്പ് കംപ്ലീറ്റ് ആകുന്നത്. ഇതുപോലെ തന്നെയാണ് ഒരു IT കമ്പനിയിലും ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്തെടുക്കാനായിട്ട് ഒത്തിരി സ്പ്രിന്റ്സ് ഉണ്ടാവും. സ്പ്രിന്റ് 1, സ്പ്രിന്റ് 2, സ്പ്രിന്റ് 3 അങ്ങനെ ഒത്തിരി സ്പ്രിന്റ്സ് ചേരുമ്പോഴായിരിക്കും ആ ഒരു സോഫ്റ്റ്വെയറും ഡെവലപ്പ് ചെയ്ത് കഴിയുന്നത്. ഇവിടെ നമുക്ക് സ്പ്രിന്റ് 0 ഉണ്ട്. അങ്ങനെ ഒരു സ്പ്രിന്റ് 0 ഇടാനൊരു റീസൺ അതൊരു ഫൗണ്ടേഷൻ പീരീഡ് ആണ്. 2 വീക്സിന്റെ ഡ്യൂറേഷൻ ആണ് സ്പ്രിന്റ് 0. ഇവിടെ പ്രൊസീജിയർ ഓറിയന്റഡ് കോൺസെപ്റ്റും ഒബ്ജക്ട് ഓറിയന്റഡ് കോൺസെപ്റ്റ് ലോജിക്കലി നിങ്ങൾക്ക് സോൾവ് ചെയ്യാനുള്ള സ്കിൽസ് ഈ കാര്യങ്ങൾ അറ്റൈൻ ചെയ്യാനാണ് സ്പ്രിന്റ് 0 വെക്കുന്നത്. ഞാൻ തുടക്കത്തിൽ ഒരു ആഡ് ഓൺ കോഴ്സിന്റെ കാര്യം പറഞ്ഞു. അവിടെ ആഡ് ഓൺ കോഴ്സ് ആണ്. സിയോ, ജാവയോ അല്ലെങ്കിൽ ഈ പറയുന്ന ഒരു ഐഡിയയും ഇല്ലാത്ത ഒരാൾക്കാണ് ആഡ് ഓൺ കോഴ്സ്. അതിനെക്കുറിച്ചൊരു അറിവുള്ള ആള് ഒരിക്കലും ആഡ് ഓൺ കോഴ്സിലേക്ക് പോകില്ല. അവർ ഡയറക്റ്റ്ലി വരുന്നത് എവിടെ ആയിരിക്കും? ഇന്റേൺഷിപ്പിലേക്കായിരിക്കും. പറഞ്ഞു വന്നത് ആഡ് ഓൺ കോഴ്സ് പഠിച്ചിട്ട് വരുന്ന ആൾക്ക് ഈ പറയുന്ന 2 വീക്സിന്റെ സ്പ്രിന്റ് പെട്ടെന്ന് കവർ ചെയ്യാൻ സാധിക്കും. കാരണം സ്പ്രിന്റ് 0 വരുന്ന കാര്യങ്ങൾ സിയും ജാവയും അതിനെ ബേസ് ചെയ്തിട്ട് വരുന്ന ക്വസ്റ്റ്യൻസും അതൊക്കെ ഓൾറെഡി ആഡ് ഓൺ കോഴ്സിൽ നിങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ അതൊന്നും അറിയാത്ത ഒരാൾ ഡയറക്റ്റ്ലി ഇന്റേൺഷിപ്പിൽ വരുമ്പോൾ നിങ്ങൾക്ക് ഇന്റേൺഷിപ്പ് ചെയ്യാനുള്ള സ്കില്ല് നിങ്ങൾക്കുണ്ടോ എന്ന് നിങ്ങൾക്കും അറിയില്ലായിരിക്കും, എനിക്കും അറിയില്ലായിരിക്കും, അല്ലെങ്കിൽ ഞങ്ങളുടെ ടീം മെമ്പേഴ്സിനും അറിയില്ലായിരിക്കും. സോ അവിടെ ഒരു ക്ലാരിറ്റി വേണം. നിങ്ങൾക്ക് ബേസ് ഉണ്ടോ എന്ന് അറിയണം. ബേസ് ഉണ്ടെങ്കിൽ തന്നെ അത് നമുക്കൊന്ന് റിഫ്രഷ് ചെയ്യണം. അറേസും ലൂപ്സും പ്രൊസീജിയർ ഓറിയന്റഡ് കോൺസെപ്റ്റും ഒബ്ജക്ട് ഓറിയന്റഡ് കോൺസെപ്റ്റും അത് ബേസ് ചെയ്തിട്ടുള്ള കുറെ ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിട്ട് ഒരു 2 വീക്സിന്റെ ഒരു ഫൗണ്ടേഷൻ ആണ്. ഈ 2 വീക്സിന്റെ ഫൗണ്ടേഷൻ ആണ് ഇന്റേൺഷിപ്പിൽ സ്പ്രിന്റ് 0. ഈ സ്പ്രിന്റ് 0 കഴിഞ്ഞാൽ നെക്സ്റ്റ് വരുന്നത് ടെക്നിക്കൽ റൗണ്ട് 0 ആണ്. ടെക്നിക്കൽ റൗണ്ട് 0-ല് നിങ്ങൾക്ക് അവിടെ ഒരു എക്സാം, റിട്ടൺ എക്സാം അല്ലെങ്കിൽ ഒരു ഓൺലൈൻ എക്സാം ഉണ്ടാവും. ദെൻ ഒരു ഫേസ് ടു ഫേസ് ഇന്റർവ്യൂ ഉണ്ടാവും. അതിനെ ബേസ് ചെയ്തിട്ട് തന്നെ ടെക്നിക്കൽ ലെവൽ ക്വസ്റ്റ്യൻസ് ചോദിക്കും. മെയിൻലി ഫോക്കസ് ചെയ്യുന്നത് പ്രൊസീജിയർ ഓറിയന്റഡ് പ്രോഗ്രാമിംഗും ഒബ്ജക്ട് ഓറിയന്റഡ് പ്രോഗ്രാമിംഗും. ഈ 2 പ്രോഗ്രാമിംഗ് കോൺസെപ്റ്റും നിങ്ങൾക്കുള്ള ലോജിക്കൽ സ്കിൽസുമാണ് ഇവിടെ ഫോക്കസ് ചെയ്യുന്നത്. ഇവിടെ ഈ പറയുന്ന 2 വീക്സിന്റെ ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി എന്താണെന്നറിയോ? ഞങ്ങൾ പഠിപ്പിച്ച തരത്തില്ലെന്ന് കുറച്ച് മുന്നേ പറഞ്ഞിരുന്നു. ഇവിടെ നിങ്ങൾക്ക് ഡേ 1-ൽ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് ആ ടാസ്ക് നിങ്ങൾ അസൈൻ ചെയ്യും. അത് പ്രോപ്പർ ആയിട്ട് മോണിറ്റർ ചെയ്യും. ഡേ 2-ൽ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് അത് ഞങ്ങൾ പ്രോപ്പർലി മോണിറ്റർ ചെയ്യും. ഡേ 3-ൽ, ഡേ 4 അങ്ങനെ ഓരോ ദിവസവും നിങ്ങൾക്ക് എന്ത് ടാസ്ക് ആണ് നിങ്ങൾ ചെയ്യേണ്ടതെന്നുള്ളത് അത് ഞങ്ങൾ പ്രോപ്പർ ആയിട്ട് നിങ്ങൾക്ക് മെൻഷൻ ചെയ്ത് നിങ്ങളത് കൃത്യമായിട്ട് മോണിറ്റർ ചെയ്ത് എവിടെയാണോ നിങ്ങൾ ബ്ലോക്കായി നിൽക്കുന്നത് ആ ബ്ലോക്ക് ഞങ്ങൾ അവിടെ ഓപ്പൺ ചെയ്യാനുള്ള ലീഡ് തരും. അങ്ങനെ ഒരു നാവിഗേഷൻ, അങ്ങനെ ഒരു മെന്റർ സപ്പോർട്ട് തീർച്ചയായും ഞങ്ങളുടെ ഭാഗത്തുണ്ടാവും. പക്ഷെ അത് പഠിപ്പിച്ചു തരുന്ന കാര്യമായിരിക്കില്ല. നിങ്ങൾക്ക് ഒരു ഹിന്റ് തന്ന് നിങ്ങളുടെ സ്കില്ലും നിങ്ങളുടെ ബുദ്ധിയും ആയിരിക്കും ഞങ്ങൾ അവിടെ ഇംപ്രൂവ് ചെയ്യാൻ ശ്രമിക്കുന്നത്. പ്രത്യേകിച്ച് ഒരു കാര്യം ഞാൻ എടുത്തു പറയട്ടെ. ഇവിടെ ഇന്റേൺഷിപ്പ് ചെയ്യുന്ന ടൈമിൽ AI ടൂൾസ്, അതായത് ChatGPT, മെറ്റ, ജെമിനി തുടങ്ങിയ AI ടൂൾസ് ഒക്കെ കംപ്ലീറ്റ്ലി ബാൻഡ് ആണ്. കാരണം അവിടെ പോയി നോക്കി പഠിക്കാൻ ഈസിയാണ്. പക്ഷെ നമ്മുടെ ബ്രെയിൻ യൂസ് ചെയ്യുമ്പോൾ അതിനൊരു സ്പെഷ്യാലിറ്റി ഉണ്ട്. നിങ്ങൾക്ക് ലോജിക്കൽ സ്കിൽസ് നിങ്ങൾക്ക് ഇംപ്രൂവ് ചെയ്യാൻ സാധിക്കും.
അവിടെ ഇപ്പം ടൂൾസ് നോക്കി നിങ്ങൾ പഠിച്ചെടുക്കുമ്പോൾ നിങ്ങൾ പോലും അറിയാതെ നിങ്ങൾ തന്നെ നിങ്ങളെ ചീറ്റ് ചെയ്യുന്നതാണ്. സോ ഇവിടെ ഞങ്ങൾ അതിൽ കംപ്ലീറ്റ്ലി ബാൻഡ് ആണ്. ഇവിടെ ടൂൾസ് യൂസ് ചെയ്യാൻ പാടില്ല. സോ ChatGPTയോ മെറ്റയോ അല്ലെങ്കിൽ ജെമിനിയോ പോലുള്ള ടൂൾസ് ഒക്കെ അവോയ്ഡ് ചെയ്താണ് ഇവിടുത്തെ ഇന്റേൺഷിപ്പ് പോകുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ സ്കില്ലിൽ വിശ്വാസം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് നിങ്ങൾക്ക് പ്രൊസീഡ് ചെയ്യാൻ പറ്റും. യാതൊരു ബുദ്ധിമുട്ടും ഇവിടെ ഉണ്ടാവില്ല. ChatGPTയും മെറ്റയോ ഒക്കെ ഇല്ലാതെ കോഡ് എഴുതുമ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ട് തുടക്കത്തിലുണ്ടാവും. പക്ഷെ അത് കുറച്ച് ദിവസം കഴിയുമ്പോൾ അത് നമുക്ക് ശീലമാകും. ബേസ് ആയി എക്സ്പീരിയൻസ് ആകുന്നത് വരെ ടൂൾസ് ഉപയോഗിക്കാതിരിക്കുന്നതായിരിക്കും നിങ്ങൾക്ക് നല്ലത്. വൺസ് നിങ്ങൾക്കൊരു ബേസ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതൊക്കെ യൂസ് ചെയ്യാം. പ്രൊഡക്റ്റീവ് ആകാനായിട്ട്, സ്പീഡ് കൂടാനൊക്കെ ആയിട്ട് നിങ്ങൾക്ക് അതിന്റെ സപ്പോർട്ട് തേടാം. മാത്രമല്ല ഇതിൽ കിട്ടുന്ന റിസൾട്ട് ശരിയാണോ തെറ്റാണോ എന്ന് മനസ്സിലാക്കാനുള്ള സ്കില്ല് കൂടെ നമുക്ക് വേണം. സോ അതിന് ഫൗണ്ടേഷൻ അല്ലെങ്കിൽ അതിന്റെ ബേസ് നമുക്ക് ഉണ്ടായിരിക്കും. സോ ഞാൻ പറഞ്ഞു വന്നത് സ്പ്രിന്റ് 0 ആയിരുന്നു. സ്പ്രിന്റ് 0യുടെ എൻഡിങ്ങിൽ ടെക്നിക്കൽ റൗണ്ട് ഇന്റർവ്യൂ ഉണ്ടാവുന്ന പറഞ്ഞാൽ ദാറ്റ് ഈസ് ടെക്നിക്കൽ റൗണ്ട് 0. അത് കഴിഞ്ഞ് സ്പ്രിന്റ് 1ലേക്ക് പോവുകയാണ്. ആക്ച്വലി സ്പ്രിന്റ് 0 ഇല്ല, നിങ്ങൾക്ക് ടീം ലീഡ് ഉണ്ടായിരിക്കില്ല. നിങ്ങൾ എല്ലാവരും ഈക്വലി എല്ലാവരും ഇന്റേൺസ് ആയിരിക്കും. ഇവിടുത്തെ മെന്റേഴ്സ് ആയിരിക്കും, ഞാൻ ഉൾപ്പെടുന്ന എല്ലാ മെന്റേഴ്സും ആയിരിക്കും നിങ്ങളെ സപ്പോർട്ട് ചെയ്യും. സ്പ്രിന്റ് 1 മുതൽ നിങ്ങളുടെ ടീം മെമ്പേഴ്സ് നിങ്ങൾ ഡിവൈഡ് ചെയ്യും. ഇന്റേൺസിനെ ഗ്രൂപ്പ് ചെയ്തിട്ട് 5 or 6 മെമ്പേഴ്സ് ചേർന്ന് ഒരു ടീം ഫോം ചെയ്യും. ഈ ടീമിൽ നിന്ന് ഒരാളെ ടീം ലീഡ് ആയിട്ട് അസൈൻ ചെയ്യും. അത് നിങ്ങളുടെ പേരൊക്കെ സ്പിൻ വീലിൽ ഇട്ടിട്ട് അതിൽ നിന്ന് ചൂസ് ചെയ്തെടുക്കുമായിരിക്കും. ഒരാൾ നമ്മൾ ടീം ലീഡ് ആയിട്ട് അസൈൻ ചെയ്യും. ഈ ടീം ലീഡ് ആയിട്ട് നിൽക്കേണ്ട ഡ്യൂട്ടി 2 വീക്സ് ആണ്. 2 വീക്സ് അയാൾ ടീം ലീഡ് ആയിട്ട് അയാളുടെ ടീം മെമ്പേഴ്സിനെ അയാൾ മോണിറ്റർ ചെയ്യുന്നു. ഡെയിലി സ്ക്രം കോൾസ് നടത്തുക, ടിക്കറ്റ്സ് പ്രോപ്പർലി മാനേജ് ചെയ്യുക തുടങ്ങിയ ഒത്തിരി കാര്യങ്ങൾ ടീം ലീഡ്സിനായിട്ട് കൊടുക്കുന്ന റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്. ഒരു ഓഫീസിൽ ഒരു ടീം ലീഡ് എന്താണോ ചെയ്യുന്നത്, പ്രൊജക്ട് മാനേജറുമായിട്ടുള്ള പ്രൊജക്ട് ഡിസ്കഷൻസും അതിന്റെ ഓവർവ്യൂ, അതിന്റെ മീറ്റിംഗ്സ് തുടങ്ങിയ പല കാര്യങ്ങളും ഇവിടുത്തെ ടീം ലീഡിന് റെസ്പോൺസിബിലിറ്റി ആയിട്ട് വരുന്നുണ്ട്. ഇതൊരു 2 വീക്സ് ആയിരിക്കും ഡ്യൂറേഷൻ വരുന്നത്. ഈ 2 വീക്സിൽ നിങ്ങളിൽ ഒരാൾ നിങ്ങളെ ആ ഒരു ടീം പ്രോപ്പർലി മാനേജ് ചെയ്ത് പോകുന്നു. ഈ സമയം നിങ്ങളുടെ ടീമിനകത്ത് മറ്റുള്ള മെമ്പേഴ്സ് ഉണ്ടല്ലോ, അയാൾ ഈ ടീം ലീഡിനെ പ്രോപ്പർ ആയിട്ട് ഒബ്സർവ് ചെയ്യും. ഈ ടീം ലീഡിന്റെ പോസിറ്റീവും നെഗറ്റീവും ഒക്കെ നിങ്ങൾ മറ്റുള്ള എല്ലാ മെമ്പേഴ്സും ഫൈൻഡ് ചെയ്ത് വെക്കും. കാരണം ഒരു ടീം ലീഡായിട്ട് വർക്ക് ചെയ്യുമ്പോൾ അയാളുടെ ലീഡർഷിപ്പ് ക്വാളിറ്റി മറ്റുള്ളവർ ഉറപ്പായിട്ട് മോണിറ്റർ ചെയ്യും. ഇയാളുടെ പ്ലസും ഇയാളുടെ നെഗറ്റീവ്സ് ഒക്കെ ഓട്ടോമാറ്റിക്കലി നമ്മളത് ഒബ്സർവ് ചെയ്യും. 2 വീക്സ് കഴിയുമ്പോൾ ഇയാൾ ടീം ലീഡ് ആയിരുന്നു, ഇയാൾ അവിടെ നിന്ന് മാറി ടീമിൽ മറ്റൊരാളാകും ടീം ലീഡ് ആകും. സോ അടുത്ത ടീം ലീഡായിട്ട് വരുന്ന ആൾ ഉറപ്പായിട്ടും തൊട്ടു മുൻപ് ടീം ലീഡായി നിന്ന ആളുടെ ഭാഗത്തുണ്ടായ നെഗറ്റീവ്സ് ഇയാൾ അത് ഓവർകം ചെയ്യും. അയാളുടെ പ്ലസ് ഇയാൾ ഫോളോ ചെയ്യാനും ഇയാളുടെ മൈനസ് ഇയാൾ ഇവിടെ ഓവർകം ചെയ്യാനുമുള്ള പോസിബിലിറ്റി കൂടുതലാണ്. കഴിഞ്ഞ 2 ടീം ലീഡ്സിന്റെയും പ്ലസ് അവരെയാൾ ഒബ്സർവ് ചെയ്യും, അയാൾ അത് ഫോളോ ചെയ്യും, നെഗറ്റീവ്സ് അത് ഓവർകം ചെയ്ത് എങ്ങനെ അത് റിസോൾവ് ചെയ്യാമെന്നും ചിന്തിക്കും. ഇതിലൊരു വലിയൊരു അഡ്വാൻറ്റേജ് എന്താണെന്ന് അറിയോ? ടീമിനകത്ത് വരുന്ന ഓരോ മെമ്പേഴ്സിനും ലീഡർഷിപ്പ് ക്വാളിറ്റി കൂടെ വരുന്നുണ്ട്. അയാൾക്കൊരു മെന്ററായിട്ട് നിൽക്കാനുള്ള ഒരു സ്കില്ല് വരുന്നുണ്ട്. ഒരു ടീം ലീഡ് ആയിട്ട് ഒരു IT കമ്പനിയിൽ വർക്ക് ചെയ്യുമ്പോൾ ചെയ്യേണ്ട വർക്ക് ലോഡും അല്ലെങ്കിൽ ആ ഒരു പ്രഷറും ഒക്കെ അയാൾക്ക് ഇവിടെ നിന്ന് കിട്ടുന്നുണ്ട്. കൂടാതെ ഡെയിലി ടാസ്ക് മാനേജ് ചെയ്യുക, അയാളുടെ വർക്ക് അവിടെ ചെയ്യുക, പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് ചെയ്യുന്നുണ്ട് തുടങ്ങിയ ഒത്തിരി കാര്യങ്ങൾ ടീം ലീഡായിട്ട് തന്നെ നിങ്ങൾക്ക് ഇംപ്രൂവ് ചെയ്യാൻ സാധിക്കും. സ്പ്രിന്റ് 1 മുതലാണ് ടീമിനകത്തുള്ള ഓരോ ഇന്റേൺസിനെയും നമ്മൾ ടീം ലീഡായിട്ട് അസൈൻ ചെയ്തത്. 2 വീക്സ് കൂടുമ്പോൾ റൊട്ടേഷൻ ബേസിസിൽ പോവുകയാണ്. അത് സ്പിൻ വീലിലാണ് യൂഷ്വലി പേര് സ്പിൻ വീലിൽ കൊടുത്തിട്ട് അതിൽ നിന്ന് ഫൈൻഡ് ചെയ്ത് അസൈൻ ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത്. 10 or 12 വീക്സ് കഴിയുമ്പോൾ നേരത്തെ ടീം ലീഡ് ആയിരുന്ന ആൾക്കാർക്കൊക്കെ വീണ്ടും ചാൻസസ് കിട്ടുന്നുണ്ടാവും. എങ്ങനെയാണ് നിങ്ങളിൽ ഒരാൾ തന്നെ ടീം ലീഡായി മാറുന്നത്? സ്പ്രിന്റ് 1 മുതലാണ് നമ്മുടെ ടെക്നിക്കൽ സൈഡിലേക്ക് പോകുന്നത്. HTML, CSS, GitHub നിങ്ങളിൽ ചിലർക്കൊക്കെ അറിയാൻ ചാൻസ് ഉണ്ട്, ചിലർക്ക് അറിയില്ലായിരിക്കാം. GitHub നമ്മുടെ ഗൂഗിൾ ഡ്രൈവ് ഒക്കെ പോലെ ഒരു റെപ്പോസിറ്ററി ആണ്. നമുക്ക് ഡേറ്റ കൊണ്ടുവെക്കാൻ നമ്മൾ ഗൂഗിൾ ഡ്രൈവ് യൂസ് ചെയ്യുന്നത് പോലെ തന്നെ ഡെവലപ്പേഴ്സ് യൂസ് ചെയ്യുന്ന ഒരു റെപ്പോസിറ്ററി ആണ് GitHub. ഒരു പ്രൊജക്റ്റില് ഒത്തിരി ടീം മെമ്പേഴ്സ് വരുമ്പോൾ അവരുടെ പ്രൊജക്ട് ചെറിയ പാർട്ടായിട്ടായിരിക്കും പലരും ചെയ്തു പോകുന്നത്. സോ ഇതൊക്കെ മെർജ് ചെയ്ത് ഒരിടത്തേക്ക് എത്തിക്കണം. അതിനു വേണ്ടിയുള്ള ഒരു സെൻട്രൽ റെപ്പോസിറ്ററി ആണ് GitHub. GitHubനകത്ത് ഒത്തിരി കമാൻഡ്സ് ഉണ്ട്, ഡെയിലി യൂസ് ചെയ്യേണ്ട കമാൻഡ്സ് ഉണ്ട്. ഒരു ഡെവലപ്പർ അത് മസ്റ്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. സോ ഇത് നമ്മൾ സ്പ്രിന്റ് 1 മുതൽ GitHub പഠിക്കാനായിട്ട് നിങ്ങൾക്ക് ടാസ്ക് തരുന്നുണ്ട്. സ്പ്രിന്റ് 1ന്റെ ഫസ്റ്റ് ഡേ മുതൽ നിങ്ങൾ GitHub യൂസ് ചെയ്തിട്ടാണ് നിങ്ങൾ കോഡ് എഴുതേണ്ടത്. ഡെയിലി നിങ്ങൾ കോഡ് ഗിറ്റിലേക്ക് പുഷ് ചെയ്യണം, നെക്സ്റ്റ് ഡേ ഗിറ്റിൽ നിന്ന് പുൾ എടുക്കണം. അങ്ങനെയാണ് ഇവിടുത്തെ സിസ്റ്റം. അവിടെ HTML-ഉം CSS-ഉം HTML-ഉം CSS-ഉം വെച്ചിട്ടൊരു വെബ് പേജസ് ക്രിയേറ്റ് ചെയ്യാം, അതിലേക്ക് നിങ്ങൾക്ക് സ്റ്റൈൽസ് ആഡ് ചെയ്യാം.
അതിനെ ബേസ് ചെയ്തിട്ട് സ്റ്റാറ്റിക് ആയിട്ടുള്ള പ്രൊജക്ട്സ് നിങ്ങൾ ചെയ്യിക്കുക. ഇതാണ് ഞങ്ങൾ ഫസ്റ്റ് സ്പ്രിന്റിൽ ഉദ്ദേശിക്കുന്നത്. ഫസ്റ്റ് സ്പ്രിന്റ് 1 കംപ്ലീറ്റ് ആയി കഴിയുമ്പോൾ അവിടെ അഗെയിൻ ഒരു ഇന്റർവ്യൂ വരുന്നു. ടെക്നിക്കൽ റൗണ്ട് 1 കൊണ്ട് ഉദ്ദേശിക്കുന്നത് HTML-ഉം CSS-ഉം GitHub-ഉം പഠിച്ചു കഴിഞ്ഞു, GitHub-ൽ യൂസ് ചെയ്യുന്ന കമാൻഡ്സ് പഠിച്ചു കഴിഞ്ഞു. നിങ്ങൾ പഠിച്ചത് കറക്റ്റ് ആണോ, ഇൻഡസ്ട്രിയിൽ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ എന്ന് ഉറപ്പുവരുത്താനായിട്ടാണ് ഈ ഒരു ഇന്റർവ്യൂ. നമ്മുടെ മെമ്പേഴ്സ് ഒന്നും ആയിരിക്കില്ല, അതായത് ഇവിടെ ഇന്റേണൽ ആയിട്ട് നിൽക്കുന്ന നമ്മുടെ ഓഫീസിനകത്തുള്ള ആൾക്കാരൊന്നും ആയിരിക്കില്ല ഇന്റർവ്യൂ ചെയ്യുന്നത്. ഇൻഡസ്ട്രിയിൽ ഇന്ന് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഫ്രണ്ട് ആൻഡ് ഡെവലപ്പേഴ്സ് ആയിരിക്കും ഇന്റർവ്യൂ ചെയ്യുന്നത്. ഓൺലൈൻ ഓർ ഓഫ്ലൈൻ, മോസ്റ്റ്ലി ഓൺലൈൻ ഇന്റർവ്യൂ ആയിരിക്കും. നിങ്ങളുടെ പ്രൊജക്ട്സ് നിങ്ങളോട് പ്രസന്റ് ചെയ്യാം. അതിനെ ബേസ് ചെയ്തിട്ട് ഈ പറയുന്ന ടോപ്പിക്സ് സ്പ്രിന്റ് 1 ബേസ് ചെയ്തിട്ടുള്ള ഒരു ഇന്റർവ്യൂ ആയിരിക്കും ഉണ്ടാകുന്നത്. നിങ്ങളുടെ ഇന്റർവ്യൂവിന്റെ ഫീഡ്ബാക്സ് ഞങ്ങളെ അറിയിക്കും. ഞാൻ അവൈലബിൾ ആണെങ്കിൽ ഞാൻ നിങ്ങളുടെ ഓരോരുത്തരുടെയും ഇന്റർവ്യൂവിൽ ഞാനും കൂടെ ഉണ്ടാകും. അവൈലബിൾ അല്ലെങ്കിലും നിങ്ങളുടെ ഇന്റർവ്യൂവിന്റെ ഫീഡ്ബാക്ക് ഞാൻ ഡെവലപ്പേഴ്സിനോട് ചോദിക്കും. മോസ്റ്റ്ലി ഡെവലപ്പേഴ്സ് എന്ന് പറയുന്നത് എന്റെ ഫ്രണ്ട്സ് അല്ലെങ്കിൽ ഞാൻ പഠിപ്പിച്ചിട്ടുള്ള കുട്ടികളൊക്കെ ആയിരിക്കും. ഞാൻ കഴിഞ്ഞ 13 വർഷമായിട്ട് 14 വർഷം ആകാറായി ബിടെക് ട്യൂഷൻസ് എടുക്കുന്ന ആളാണ്. കമ്പ്യൂട്ടർ സയൻസ് ആണ് സബ്ജക്ട്. IT-ൽ വർക്ക് ചെയ്യുന്ന സ്റ്റുഡൻസും ഫ്രണ്ട്സും ഒക്കെ ആയിട്ട് ഒത്തിരി പേര് സ്വന്തമായിട്ട് കമ്പനി നടത്തുന്നവരുണ്ട്. സീനിയർ മോസ്റ്റ് ആയിട്ടും ടീം ലീഡ് ആയിട്ടും പ്രൊജക്ട് മാനേജർ ഒക്കെ ആയിട്ട് വർക്ക് ചെയ്യുന്ന ഇൻഡസ്ട്രിയൽ എക്സ്പേർട്സ് ഉണ്ട്. അവരൊക്കെ തന്നെയാണ് എന്നോടൊപ്പം ഈ കാര്യങ്ങൾക്കൊക്കെ സഹായിക്കുന്നത്. അവരുടെ ഒരു ഫീഡ്ബാക്ക് അവർ എന്നോട് ഷെയർ ചെയ്യും, നിങ്ങളോടും പറയും. ഇതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും അടുത്തൊരു സ്പ്രിന്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. സ്പ്രിന്റ് 1 കഴിഞ്ഞ സ്പ്രിന്റ് 2ലേക്ക് പോകുമ്പോൾ സ്പ്രിന്റ് 1ന്റെ ഇഷ്യൂസ് എന്തൊക്കെയാണെന്ന് ഫൈൻഡ് ചെയ്തിട്ട് ചിലപ്പോൾ 1-2 ദിവസം കൊണ്ട് നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാൻ പറ്റുന്ന, ഫിക്സ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അത് സ്പ്രിന്റ് 2ന്റെ സ്റ്റാർട്ടിങ് തന്നെ ഫിക്സ് ചെയ്ത് പോകും. അല്ല, ഒത്തിരി നിങ്ങൾക്ക് പെൻഡിങ് വന്നുവെങ്കിൽ നമ്മൾ അവിടെ സ്റ്റോപ്പ് ചെയ്തിട്ട് ഇത് ഫിക്സ് ചെയ്തിട്ട് മാത്രമേ അടുത്ത സ്പ്രിന്റിലേക്ക് പോകുന്നുള്ളൂ. അങ്ങനെ അടുത്ത സ്പ്രിന്റിലേക്ക് നിങ്ങൾ പോകുകയാണെങ്കിൽ, സ്പ്രിന്റ് 2ലേക്ക് നിങ്ങൾ പോകുകയാണെങ്കിൽ അവിടെ നിങ്ങൾക്ക് കവർ ചെയ്യാനുള്ളത് ബൂട്ട്സ്ട്രാപ്പ്, ടെയിൽവിൻഡ്, രണ്ടും CSS-ന്റെ ഫ്രെയിംവർക്ക് ആണ്. ബൂട്ട്സ്ട്രാപ്പ് ആൻഡ് ടെയിൽവിൻഡ്. ജാവാസ്ക്രിപ്റ്റ്, ബേസിക് ജാവാസ്ക്രിപ്റ്റ് അല്ല, അഡ്വാൻസ് ജാവാസ്ക്രിപ്റ്റ്. ഓക്കെ, സോ അഡ്വാൻസ് ജാവാസ്ക്രിപ്റ്റ്, ബൂട്ട്സ്ട്രാപ്പ്, ടെയിൽവിൻഡ്, ഈ 3 കാര്യങ്ങളാണ് സ്പ്രിന്റ് 2ൽ നിങ്ങൾക്ക് കവർ ചെയ്യാനായിട്ടുള്ളത്. ഈ ഒരു സ്പ്രിന്റ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞിട്ട് അവിടെ അഗൈൻ ഒരു ഇന്റർവ്യൂ ഉണ്ടാവും. ഞാൻ മുൻപ് പറഞ്ഞു IT-ൽ ഓരോ സ്പ്രിന്റ് കംപ്ലീറ്റ് ആകുമ്പോഴും അവിടെ ഒരു ക്ലയന്റ് മീറ്റിംഗ് ഉണ്ടാവും. ഇവിടെ അതുപോലെ തന്നെയാണ് ഓരോ സ്പ്രിന്റ് കംപ്ലീറ്റ് ആകുമ്പോഴും ക്ലയന്റ് മീറ്റിംഗിന് പകരം ഇവിടെ ഒരു ടെക്നിക്കൽ റൗണ്ട് ഇന്റർവ്യൂ ആണ് ഉണ്ടാവും. സോ ആ ടെക്നിക്കൽ റൗണ്ട് ഇന്റർവ്യൂവിൽ വീണ്ടും നിങ്ങളെ മീറ്റ് ചെയ്യാൻ, നിങ്ങളെ ഇന്റർവ്യൂ നടത്താനായിട്ട് ഒരു ടെക്നിക്കൽ എക്സ്പെർട്ട് വരും. ഒരു ഫ്രണ്ട് ആൻഡ് ഡെവലപ്പർ വീണ്ടും ഒരു മീറ്റിംഗ് അറേഞ്ച് ചെയ്യുന്നു, നിങ്ങളെ ഇന്റർവ്യൂ കണ്ടക്ട് ചെയ്യുന്നു. സോ സ്പ്രിന്റ് 2ൽ നിങ്ങൾ എന്തൊക്കെ കവർ ചെയ്തോ അവിടെ നിങ്ങൾക്ക് വീണ്ടും പ്രൊജക്ട്സ് ചെയ്യാനുണ്ടാവും. ആ പ്രൊജക്ട്സിന്റെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചിട്ട് അതിന്റെ ഫീഡ്ബാക്ക് നിങ്ങൾക്കും എനിക്കും ഷെയർ ചെയ്യും. സോ അടുത്ത സ്പ്രിന്റിലേക്ക് പോകുമ്പോൾ ജാവാസ്ക്രിപ്റ്റിന് ഫ്രെയിംവർക്സ് ഉണ്ട്. CSS-ന്റെ ഫ്രെയിംവർക്സ് ഞാൻ പറഞ്ഞു, ബൂട്ട്സ്ട്രാപ്പും ടെയിൽവിൻഡും ഉണ്ട്. അതുപോലെ തന്നെയാണ് ജാവാസ്ക്രിപ്റ്റിനും ഫ്രെയിംവർക്ക് ഉണ്ട്. ആംഗുലാർ ഉണ്ട്, വ്യൂ ഉണ്ട്, പിന്നെ ഒരു ലൈബ്രറി ഉണ്ട്, റിയാക്ട്. കൂടുതലായിട്ടും യൂസ് ചെയ്യുന്നത് റിയാക്ട് ആണ്. ഇൻഡസ്ട്രിയിൽ മോസ്റ്റ് ഡിമാൻഡിംഗ് ആയി നിൽക്കുന്നത് റിയാക്ട് ആണ്. നമ്മൾ റിയാക്ട് തന്നെയാണ് പ്രിഫർ ചെയ്യുന്നത്. ആംഗുലാറോ വ്യൂ ഒക്കെ നിങ്ങൾക്ക് ഇവിടെ ഫോളോ ചെയ്യാം, അത് നിങ്ങളുടെ ഇഷ്ടമാണ്. പക്ഷെ പേഴ്സണലി ഞാൻ പ്രിഫർ ചെയ്യുന്നത് റിയാക്ട് ആണ്. എന്നോട് ഒരാൾ സജഷൻ ചോദിക്കുമ്പോൾ ഞാൻ എപ്പോഴും റിയാക്ട് എടുക്കാനായിട്ടാണ് പറയുന്നത്. കാരണം കൂടുതൽ കമ്പനീസിൽ ഫോളോ ചെയ്യുന്നത് റിയാക്ട് തന്നെയാണ്. സോ നമ്മൾ റിയാക്ട് പഠിക്കുന്നു. റിയാക്ട്, റിഡക്സ്, JWT ഒക്കെയാണ് നെക്സ്റ്റ് സ്പ്രിന്റിൽ നോക്കുന്നത്. ഈ ഒരു സ്പ്രിന്റ് കഴിയുമ്പോൾ വീണ്ടും ഒരു ടെക്നിക്കൽ റൗണ്ട് ഇന്റർവ്യൂ ഉണ്ടാകും. ഇപ്പൊ ഞാൻ ഈ പറഞ്ഞു കഴിഞ്ഞ ടെക്നിക്കൽ റൗണ്ട് ഒക്കെ, ടെക്നിക്കൽ റൗണ്ട് 0 കഴിഞ്ഞിട്ട് ടെക്നിക്കൽ റൗണ്ട് 1, 2, 3 ഒക്കെ ഓരോ ടെക്നിക്കൽ റൗണ്ടും 15 മിനിറ്റിന്റെ ഡ്യൂറേഷനിലായിരുന്നു കഴിഞ്ഞത്. ടെക്നിക്കൽ റൗണ്ട് 0 വരുമ്പോൾ ഏകദേശം 1 അവർ ഉണ്ടാകും. ഫ്രണ്ട് എൻഡ് ഇവിടെ കംപ്ലീറ്റ് ആകുകയാണ്. ഫ്രണ്ട് എൻഡ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ അവിടെ വലിയൊരു ഇന്റർവ്യൂ വീണ്ടും ഉണ്ടാവും. ആഡ് ഓൺ കോഴ്സ് 2 മാസമാണ്. സ്പ്രിന്റ് 0 മുതൽ സ്പ്രിന്റ് 3 വരെ വരുന്ന ഡ്യൂറേഷൻ, അതായത് ഫ്രണ്ട് എൻഡിന്റെ ഡ്യൂറേഷൻ വരുന്നത് 3 മന്ത്സ് ആയിരിക്കും. ഫ്രണ്ട് എൻഡ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞിട്ട് അവിടെ നിങ്ങൾക്ക് സ്പ്രിന്റ് 0 മുതൽ, അതായത് HTML, CSS, GitHub, ജാവാസ്ക്രിപ്റ്റ്, ബൂട്ട്സ്ട്രാപ്പ്, ടെയിൽവിൻഡ്, റിയാക്ട്, റിഡക്സ്, JWT തുടങ്ങിയ കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ആയിട്ട് റിവേഴ്സ് ചെയ്ത് ഒരു ഫ്രണ്ട് ആൻഡ് ഡെവലപ്പറുടെ ഒരു സ്കില്ലിലേക്ക് എത്താനായിട്ട് വീണ്ടും ഒരു 1 വീക്ക് ടൈം നിങ്ങൾക്ക് തരുന്നുണ്ട്. ഈ പഠിച്ച കാര്യങ്ങളൊക്കെ, നിങ്ങൾക്ക് കിട്ടിയ സ്കിൽസ് ഒക്കെ നിങ്ങൾ ഒന്നുകൂടെ ഒന്ന് പോളിഷ് ചെയ്യുന്നു, ഒന്നുകൂടെ ഒന്ന് റിവേഴ്സ് ചെയ്യുന്നു. അതിന് വേണ്ടിയിട്ട് 1 വീക്ക് ടൈം. ഈ 1 വീക്ക് ടൈം കഴിഞ്ഞിട്ട് 30 മിനിറ്റ്സിന്റെ വലിയൊരു ഇന്റർവ്യൂ നിങ്ങൾക്ക് വീണ്ടും ഉണ്ടാവും.
ഒരു ഫ്രണ്ട് ആൻഡ് ഡെവലപ്പർ, സീനിയർ ഫ്രണ്ട് ആൻഡ് ഡെവലപ്പർ വീണ്ടും നിങ്ങളെ കാണാൻ വരുന്നു, അല്ലെങ്കിൽ നിങ്ങളെ ഓൺലൈൻ വഴി മീറ്റ് ചെയ്യുന്നു. ആളുടെ ഒരു ഫീഡ്ബാക്ക് നോക്കിയിട്ടായിരിക്കും നമ്മൾ ബാക്ക് എൻഡിലേക്ക് പോകുന്നത്. അവിടെ നിങ്ങൾക്ക് ഏതെങ്കിലും ടോപ്പിക് നിങ്ങൾ മിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ നമ്മൾ സ്റ്റോപ്പ് ചെയ്യും. നിങ്ങൾ ഫ്രണ്ട് എൻഡ് കംപ്ലീറ്റ് ആയിട്ട് മാത്രമേ നിങ്ങൾ ബാക്ക് എൻഡിലേക്ക് നിങ്ങളെ ഷിഫ്റ്റ് ചെയ്യത്തുള്ളൂ. നിങ്ങൾ ചിലപ്പോൾ നാളെ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്നത് ബാക്ക് എൻഡ് ഡെവലപ്പർ ആയിട്ടായിരിക്കും. പക്ഷേ ഈ ഫ്രണ്ട് എൻഡ് സൈഡ് നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം, നല്ലൊരു നോളജ് ഉണ്ട്, നിങ്ങൾ അത് പ്രോപ്പർലി അത് അപ്സ്കിൽ ചെയ്ത് പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ടീം ലീഡായിട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ ഒരു സീനിയർ ഡെവലപ്പർ ആയിട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കത് യൂസ്ഫുൾ ആകും. ഞാൻ ടീം ലീഡായി നിൽക്കുന്ന സമയത്ത് പലപ്പോഴും ഞാൻ ഫ്രണ്ട് എൻഡ് കോഡ് കണ്ടിട്ടില്ല. ഒരു ബാക്ക് എൻഡ് ഡെവലപ്പർക്ക് യൂഷ്വലി ഫ്രണ്ട് എൻഡ് കോഡ് കാണാനുള്ള ചാൻസസ് വളരെ കുറവാണ്. ഫ്രണ്ട് എൻഡ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞിട്ട് നെക്സ്റ്റ് നമ്മൾ ബാക്ക് എൻഡിലേക്ക് പോവാം. ഇവിടെ ഇനിയാണ് നമ്മുടെ ഒരു സ്പെഷ്യാലിറ്റി വരുന്നത്. ഓൾറെഡി നമ്മൾ ബൂട്ട് സ്ട്രാപ്പിനോടൊപ്പം ടെയിൽവില്ലിന്റെ കാര്യം പറഞ്ഞു, ജാവാസ്ക്രിപ്റ്റ്, അഡ്വാൻസ് ജാവാസ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞു, റിയാക്ട്, റിഡക്സ്, JWT ഒക്കെ പറഞ്ഞു. ഓക്കെ, ഇനി ബാക്ക് എൻഡിലേക്ക് കിടക്കുമ്പോഴും ഇതുപോലെ തന്നെയാണ്. നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിനും അപ്പുറം ആണ് നമ്മുടെ സിലബസ്. സ്പ്രിന്റ് 4 ബാക്ക് എൻഡിലേക്ക് കിടക്കുമ്പോൾ ആദ്യത്തെ സ്പ്രിന്റ് ആണ് സ്പ്രിന്റ് 4. അവിടെ നിങ്ങൾ ആദ്യം കവർ ചെയ്തത് DBMS-ഉം പൈത്തണുമാണ്. DBMS ആൻഡ് പൈത്തൺ ബേസ് ചെയ്തിട്ടുള്ള തിയറി ടോപ്പിക്സ് ആണ് അവിടെ നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. പൈത്തണിനകത്ത് ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ DBMS-നകത്താണെങ്കിലും DBMS-നകത്ത് വരുന്ന SQL കമാൻഡ്സ്, DDL, DML കമാൻഡ്സ്, DCL, ട്രാൻസാക്ഷൻസ് എന്താണ്, ഇൻഡെക്സിങ് എന്താണ്, നോർമലൈസേഷൻ എന്താണ് തുടങ്ങി ഒരു എഞ്ചിനീയർ മസ്റ്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട ബേസിക് കാര്യങ്ങളാണ് ഇവിടെ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. ഇതൊരു ബാക്ക് എൻഡ് ഡെവലപ്പർ മസ്റ്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. ചിലപ്പോൾ ഒരു ഇൻഡെക്സിങ് ചെയ്യേണ്ട സിറ്റുവേഷൻ ഉണ്ടാവാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് DBMS-നകത്ത് നിങ്ങൾ ഒരു ട്രാൻസാക്ഷൻ നിങ്ങൾക്ക് റോൾ ബാക്ക് ചെയ്യേണ്ട സിറ്റുവേഷൻ വരാം. അപ്പം എന്താണ് റോൾ ബാക്ക് എന്നൊക്കെ നിങ്ങൾക്ക് ആദ്യമേ പഠിച്ചു വെച്ചാൽ മാത്രമേ അങ്ങോട്ട് പോകാൻ സാധിക്കുള്ളൂ. സോ ഈ തിയറിയാണ് ബാക്ക് എൻഡിൽ ആദ്യത്തെ സ്പ്രിന്റിൽ കവർ ചെയ്യേണ്ടത്. അതും ഞങ്ങൾ പഠിപ്പിച്ചു തരത്തില്ല, നിങ്ങൾക്ക് ഓരോ ദിവസവും ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് അസൈൻ ചെയ്ത് തരുന്നത്. പൈത്തണിന്റെ ഫ്രെയിംവർക്ക് ആണ് ജാങ്കോ, ഫ്ലാസ്ക് ഒക്കെ. സോ നമ്മളിവിടെ പൈത്തൺ ജാങ്കോ ആണ് നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നതെങ്കിൽ, പൈത്തൺ ജാങ്കോ AI ബേസ്ഡ് പ്രൊജക്ട് ആണ് നിങ്ങൾ ഇന്റേൺഷിപ്പിൽ സെലക്ട് ചെയ്യുന്നതെങ്കിൽ അവിടെ നിങ്ങൾക്ക് ജാങ്കോയുടെ ആർക്കിടെക്ചർ പഠിക്കാം. മോഡൽ വ്യൂ ടെംപ്ലേറ്റ്, MVT ആർക്കിടെക്ചർ. സത്യത്തിൽ ഇതിന്റെ ഒരു കോൺസെപ്റ്റ് മനസ്സിലാക്കാൻ ഈസിയാണ്. DBMS പഠിക്കുന്ന സമയത്ത് DBMS-നകത്ത് തന്നെ ആർക്കിടെക്ചർ ഉണ്ട്. അവിടെ ഫിസിക്കൽ ലെയർ, ലോജിക്കൽ ലെയർ, വ്യൂ ലെയർ, ഈ 3 ലെയേഴ്സ് കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കി കഴിഞ്ഞാലുണ്ടല്ലോ, നിങ്ങൾക്ക് ഏതൊരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്, ജാവ ആയിക്കോട്ടെ, .NET ആയിക്കോട്ടെ, പൈത്തൺ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ജാങ്കോ ആയിക്കോട്ടെ, ഇതിന്റെ ഒക്കെ ആർക്കിടെക്ചർ പഠിക്കാൻ ഈസിയാണ്. അതാണ് ഏതെങ്കിലും ഡെവലപ്പേഴ്സുമായിട്ട് സംസാരിക്കുമ്പോൾ അവർ പറയാറുണ്ട്, ഒരു ലാംഗ്വേജ് പഠിച്ചു, അതിൽ വർക്ക് ചെയ്തു, ഇനി എനിക്ക് വേറൊരു ലാംഗ്വേജ് പഠിക്കാൻ പേടിയില്ല, അല്ലെങ്കിൽ ഈസിയാണ്, ഒരാഴ്ച കൊണ്ട് പഠിക്കാൻ പറ്റും. സത്യമാണ്, കാരണം ഇതിന്റെയൊക്കെ കോൺസെപ്റ്റ് സെയിം ആയിരിക്കും. MVT മോഡൽ വ്യൂ ടെംപ്ലേറ്റ്, ഇത് ജാവയിൽ MVC ആണ്, മോഡൽ വ്യൂ കൺട്രോൾ. ഇതൊക്കെ നമുക്ക് സിമിലർ ആണ്. ഇതിന്റെ കോൺസെപ്റ്റ് മനസ്സിലാക്കിയാൽ ഈസി ആയിരിക്കും. പൈത്തണും DBMS-ഉം പഠിച്ചു കഴിഞ്ഞിട്ട് ജാങ്കോ ബേസ് ചെയ്തിട്ട്, MVT ബേസ് ചെയ്തിട്ട് നിങ്ങൾക്കൊരു പ്രൊജക്ട് ചെയ്യാന്നുള്ളതാണ് നെക്സ്റ്റ് സ്പ്രിന്റിൽ വരുന്നത്. ഇവിടെ MVT ബേസ് ചെയ്തിട്ട് ഒരു മിനി പ്രൊജക്ട് ആണ് നിങ്ങൾക്കായിട്ട് തരുന്നത്. എന്റെ കാഴ്ചപ്പാടിൽ അതൊരു ചെറിയ പ്രൊജക്ട് ആണ്. ഇവിടെ നമുക്ക് IT കമ്പനി ഉണ്ട് കേട്ടോ. ഇവിടെ ഞങ്ങൾക്ക് സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് ഉണ്ട്. സോ അതിലേക്ക് ഞങ്ങൾ ഫ്രഷേഴ്സിനെ റിക്രൂട്ട് ചെയ്യുന്ന സമയത്ത് ഫ്രഷേഴ്സിന്റെ ഇന്റേൺഷിപ്പിന്റെ ഡീറ്റെയിൽസ് നോക്കുമ്പോൾ, അവരുടെ ഗിറ്റബിൾ കയറിയിട്ട് അവരുടെ പ്രൊജക്ട് ഒക്കെ നോക്കുമ്പോൾ അവിടെ ഒരു ഇ-കൊമേഴ്സ് വെബ്സൈറ്റ്, അതിനകത്ത് ഒരു പേയ്മെന്റ് ഇന്റഗ്രേഷൻ, അവിടെ ഒരു അഡ്മിൻ പാനൽ, ഇതൊക്കെയാണ് എപ്പോഴും കാണുന്നത്. അതൊക്കെ ഞാനൊരു മിനി പ്രൊജക്റ്റ് ആയിട്ട്, അല്ലെങ്കിൽ ഒരു MVT-യുടെ ബേസ് കിട്ടാനായിട്ട് കൊടുക്കുന്ന പ്രൊജക്ട്സ് ആണ്. ഇവിടെ ഞങ്ങളൊരു മിനി പ്രൊജക്റ്റ് ആയിട്ട് ഞാനിത് കൺസിഡർ ചെയ്യുന്നത്. ഒരു സ്റ്റുഡന്റ് മാനേജ്മെന്റ് സിസ്റ്റം, അല്ലെങ്കിൽ ഇ-കൊമേഴ്സ് വെബ്സൈറ്റ്, ബാക്ക് എൻഡിൽ എത്തുമ്പോൾ സിമിലർ ആയിട്ടുള്ള ഏതെങ്കിലും പ്രൊജക്റ്റ് ആണ് ഞങ്ങൾ മിനി പ്രൊജക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് തരുന്നത്. ഈ ഒരു മിനി പ്രൊജക്ട് ചെയ്യാൻ നിങ്ങൾക്ക് തരുന്നത് മാക്സിമം 10 days വരെ ആയിരിക്കും. ഈ ഒരു ടൈമിൽ മോഡൽ എന്താണെന്നും, വ്യൂസ് എന്താണെന്നും, ടെംപ്ലേറ്റ്സ് എന്താണെന്നും, ഇവർ തമ്മിൽ എങ്ങനെ കണക്ഷൻസ് എഴുതാമെന്നും, ഡെഫിനേഷൻസ് എങ്ങനെ എഴുതാമെന്നും, വ്യൂസിനകത്ത് എങ്ങനെ ഡെഫിനേഷൻസ് എഴുതാം തുടങ്ങിയ കാര്യങ്ങളൊക്കെ പൈത്തൺ ആണ്. അവിടെ പെപ്പേറ്റ് സ്റ്റാൻഡേർഡ്സ് ഉണ്ട്. സോ ഈ സ്റ്റാൻഡേർഡ്സ് ഒക്കെ നമ്മൾ എങ്ങനെ ഫോളോ ചെയ്യണം തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ഇവിടെ മെയിൻലി ഫോക്കസ് ചെയ്യുന്നത്. DBMS-നെ കുറിച്ചും MVT-നെ കുറിച്ചും ഒക്കെ ഒരു ഐഡിയ നമുക്ക് ഈ ഒരു മിനി പ്രൊജക്ട് കഴിയുമ്പോൾ കിട്ടും. നെക്സ്റ്റ് നമ്മൾ എന്താ ചെയ്യുന്നത്? അടുത്ത സ്പ്രിന്റിലാണ് നമ്മുടെ AI ബേസ് ചെയ്തിട്ടുള്ള പ്രൊജക്ട്. ഇവിടെ ഒരു ഇൻഡസ്ട്രിയിൽ നമ്മൾ ചെയ്യുന്ന പ്രൊജക്ടിന്റെ അതേ ലെവലിലുള്ള പ്രൊജക്ട് ആയിരിക്കും നിങ്ങൾക്ക് തരുന്നത്. ഇൻഡസ്ട്രിയിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ലൈവ് പ്രൊജക്ട് അല്ല നിങ്ങൾക്ക് തരുന്നത്. ഇൻഡസ്ട്രിയിൽ ഒരു പ്രൊജക്ട് എന്താണോ ചെയ്യുന്നത്, അല്ലെങ്കിൽ ആ ഒരു പ്രൊജക്ടിന്റെ ഏകദേശം അല്ലെങ്കിൽ അത്രത്തോളം ഹാർഡായിട്ടുള്ള ഒരു പ്രൊജക്ട് ആയിരിക്കും നിങ്ങൾക്ക് തരുന്നത്. അവിടെ ഞാൻ ഉദ്ദേശിക്കുന്നത്, നിങ്ങളൊരു 6 മാസത്തെ അല്ലെങ്കിൽ 8 മാസത്തെ, ഇവിടുത്തെ ഇന്റേൺഷിപ്പ് മിനിമം 8 months ആണ്. 8 മാസത്തെ ഇന്റേൺഷിപ്പ് കഴിഞ്ഞ് ഇവിടെ നിന്ന് ഇറങ്ങുമ്പോൾ നിങ്ങൾക്ക് 1.5-2 വർഷം എക്സ്പീരിയൻസ് ഉള്ള
ഒരു ഡെവലപ്പറിന്റെ ഒരു സ്കില്ല് നിങ്ങൾക്ക് ഇവിടെ നിന്ന് കിട്ടണം. ChatGPT ഒന്നും ഇല്ലാതെ, ഒരു AI ടൂൾസിന്റെ സഹായമില്ലാതെ നിങ്ങളുടെ കഴിവ് നമ്മൾ പോളിഷ് ചെയ്ത് നിങ്ങൾക്കൊരു 1.5-2 വർഷത്തെ ഒരു എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരു സീനിയർ ഡെവലപ്പർ എന്ന ലെവലിലേക്ക് നിങ്ങൾ ഇവിടെ നിന്ന് പോകുക. ആ ഒരു കാര്യം കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് തന്നെ നിങ്ങൾക്ക് തരുന്ന പ്രൊജക്റ്റിലും മാക്സിമം ഞാൻ ഇതിൽ ഫീച്ചേഴ്സ് ഞാൻ ഇന്റഗ്രേറ്റ് ചെയ്യും. പ്രൊജക്ട് സെലക്ട് ചെയ്ത് നിങ്ങളായിരിക്കും. നിങ്ങളുടെ പ്രൊജക്ടിന്റെ അബ്സ്ട്രാക്ട് എനിക്ക് സബ്മിറ്റ് ചെയ്യുന്നു. ഞാനത് നോക്കിയിട്ട് നിങ്ങളുടെ ഒരു കാലിബർ അനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന പ്രൊജക്റ്റ് ആണെന്നോ ആദ്യം നോക്കുന്നു. ദെൻ മുന്നോട്ട് പോകുന്നതിനനുസരിച്ച് നിങ്ങൾ പോലും അറിയാതെ അതിനകത്ത് പല ഫീച്ചേഴ്സ് ഞാൻ ഇങ്ങനെ സജഷൻസ് പറയാം. ഈ സജഷൻസ് പറയാൻ ഉദ്ദേശിക്കുന്നത്, നിങ്ങൾ കരുതും ഇതെന്തോ ഹാർഡായി പോയി, അങ്ങനെയല്ല. നമ്മൾ ഉദ്ദേശിക്കുന്നത് തേർഡ് പാർട്ടി ഇന്റഗ്രേഷൻസ്. പലപ്പോഴും തേർഡ് പാർട്ടി ഇന്റഗ്രേഷൻ എന്ന് പറഞ്ഞ പേയ്മെന്റ് ഇന്റഗ്രേഷൻ മാത്രമേ ഉള്ളൂ എന്ന് വിശ്വസിക്കുന്ന ആൾക്കാരുണ്ട്. വേറെ ഒത്തിരി ഇന്റഗ്രേഷൻസ്, തേർഡ് പാർട്ടി ഇന്റഗ്രേഷൻസ് വരുന്നുണ്ട്. അതുപോലെ ക്രോൺ ജോബ്സ്, വെബ് ഹൂക്സ് എഴുതുക. APIs എഴുതുമ്പോൾ തേർഡ് പാർട്ടി ഇന്റഗ്രേഷൻസ് ആണ് വെബ് ഹൂക്സ് ആയിട്ടും അല്ലെങ്കിൽ നമ്മുടെ APIs ഇപ്പൊ പേയ്മെന്റ് ഇന്റഗ്രേഷൻസ് ഒക്കെ ചെയ്യുന്നത്. ഇത് കൂടാതെ സീരിയലൈസേഴ്സ്, റെസ്റ്റ് ഫ്രെയിംവർക്ക്, റെസ്റ്റ് API, DRF, AA ബേസ് ചെയ്ത് പ്രൊജക്ട് എടുക്കുമ്പോൾ ഉറപ്പായിട്ടും നമുക്ക് ഒരു തേർഡ് പാർട്ടി ആപ്ലിക്കേഷന്റെ സപ്പോർട്ട് വേണ്ടി വരും. ഓപ്പൺ AIയുടെയോ ജെമിനിയുടെയോ API ആയിട്ട് നമ്മൾ നമ്മുടെ കോഡിലേക്ക് കൊണ്ടുവന്ന് കസ്റ്റം ചെയ്യുന്നത്. സോ ആ ഒരു ഇന്റഗ്രേഷൻ ഉണ്ടാകും. പേയ്മെന്റ് ഇന്റഗ്രേഷൻ ഉണ്ടാവും. Paytm റൈസർ പേയോ തുടങ്ങിയ ഏതെങ്കിലും ഒരു പേയ്മെന്റ് ഇന്റഗ്രേഷൻ ഉണ്ടാവും. ഇത് കൂടാതെ ERP ബേസ് ചെയ്തിട്ടോ CRM ബേസ് ചെയ്തിട്ടോ ഇന്റഗ്രേഷൻസ് നിങ്ങൾക്ക് ഉണ്ടാവും. തുടങ്ങിയ എന്തൊക്കെ ഇന്റഗ്രേഷൻ നിങ്ങൾക്ക് തരാൻ സാധിക്കും. തേർഡ് പാർട്ടി ഇന്റഗ്രേഷൻസ് എന്തൊക്കെ വരുന്നുണ്ട്. വെബ് ഹൂക്സ് ഉണ്ടെങ്കിൽ വെബ് ഹൂക്സ് നിങ്ങൾക്ക് തരും. ഇതാ ഞാൻ പറഞ്ഞ, ഇവിടെയാണ് എനിക്ക് എന്തൊക്കെ നിങ്ങളുടെ പ്രൊജക്ടിനകത്ത് കുത്തി നിറയ്ക്കാൻ സാധിക്കും. അതൊക്കെ ഞാൻ അവിടെ സജഷൻസ് ആയിട്ട് പറയും, ഫീച്ചേഴ്സ് ആയിട്ട് പറയും. നിങ്ങളെ കൊണ്ട് മാക്സിമം പണിയെടുപ്പിക്കുക, നിങ്ങളെ കൊണ്ട് മാക്സിമം അപ്സ്കില് ചെയ്യിക്കുക എന്നുള്ളതാണ് എന്റെ വിഷൻ. അത് നിങ്ങൾക്ക് ഇതൊക്കെ ചെയ്ത് കഴിയുമ്പോൾ അവിടെ ഒരു ബ്ലോക്ക് ഉണ്ടാവും, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റാതെ വരും, നിങ്ങൾ കുറച്ച് സ്ട്രഗിൾ ചെയ്യും, ഇതൊക്കെ ഉണ്ടാവും. പക്ഷെ ഇതൊക്കെ ചെയ്ത് പഠിച്ചു കഴിയുമ്പോണ്ടല്ലോ, ഇത് ഒരു 2-3 വർഷത്തെ എക്സ്പീരിയൻസ്ഡ് ഉള്ള ഒരു ലെവലിലേക്ക് നിങ്ങൾ പോലും അറിയാതെ നിങ്ങൾ മാറും. അല്ലാതെ വെറുതെ ഒരു പേയ്മെന്റ് ഇന്റഗ്രേഷനും ഒരു അഡ്മിൻ പാനലും മാത്രം പഠിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും ഒരു പൈത്തൺ ജാങ്കോ ഡെവലപ്പർ ആവത്തില്ല. നിങ്ങളുടെ S3 ബക്കറ്റ് ഇന്റഗ്രേറ്റ് ചെയ്യാൻ പഠിക്കണം. AWSനകത്ത് S3 ബക്കറ്റ് ഉണ്ട്, അത് ഇന്റഗ്രേറ്റ് ചെയ്യാൻ പഠിക്കണം. ഞാനിപ്പോ പറഞ്ഞതുപോലെ ചിലപ്പം CRM ഇന്റഗ്രേഷൻ വരാം, ഒരു സോഹോ ഇന്റഗ്രേഷൻ ആയിരിക്കും വരുന്നത്. അല്ലെങ്കിൽ നിങ്ങൾക്കൊരു പേയ്മെന്റ് ഇന്റഗ്രേഷൻ വരാം, അപ്പം റൈസർ പേ ഇന്റഗ്രേറ്റ് ചെയ്യണം. ഈ ഒരു ഇന്ററാക്ട് SMS സർവീസ് അല്ലെങ്കിൽ അവരുടെ വാട്സാപ്പ് സർവീസ്, ഇങ്ങനെയുള്ള ഏതെങ്കിലും ഒരു ഇന്റഗ്രേഷൻസ് വരാം. സോ ഇവരുടെ ഒക്കെ സിസ്റ്റംസ്, അവരുടെ ഡോക്യുമെന്റേഷൻസ് നോക്കി പഠിച്ച് ചിലപ്പോൾ അതിന്റെ ഒരു കോഡ് നമുക്ക് ഡയറക്ട്ലി ഇന്റഗ്രേറ്റ് ചെയ്യാൻ പറ്റത്തില്ലായിരിക്കും. ഇനി ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് അവരുടെ ഡോക്യുമെന്റേഷൻ, ഒഫീഷ്യൽ ഡോക്യുമെന്റേഷൻ നോക്കി പഠിച്ച് അത് ഞാനുമായിട്ടോ അല്ലെങ്കിൽ നമ്മുടെ ടീം മെമ്പേഴ്സുമായിട്ടോ ഡിസ്കസ് ചെയ്തിട്ടൊക്കെ ആയിരിക്കും നിങ്ങൾ ചെയ്യുന്നത്. ഒരു കാര്യം എടുത്ത് പറയട്ടെ, നിങ്ങളുടെ ടീമിൽ ഓരോ ആൾക്കാർക്കും ഇൻഡിവിജ്വൽ പ്രൊജക്ട്സ് ആണ്, അല്ലാതെ ഒരു ടീമിൽ എല്ലാവർക്കും കൂടെ ഒരു പ്രൊജക്ട് അല്ല. സോ 5 പേരുടെ പ്രൊജക്ട് എൻറ്റയർലി ഡിഫറെന്റ് ആയിരിക്കും, സിമിലർ ആയിട്ടുള്ള പ്രൊജക്ട്സ് ആയിരിക്കില്ല. നിങ്ങൾ തമ്മിൽ പരസ്പരം ചർച്ച ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒത്തിരി ഐഡിയാസ് ഇവിടെ നിന്നും ഷെയർ ചെയ്യാൻ സാധിക്കും. ഇങ്ങനെ നിങ്ങളുടെ പ്രൊജക്ട് അത്യാവശ്യം ഒരു ക്വാളിറ്റിയിലേക്ക് എത്തുന്നു, നിങ്ങളുടെ സ്കിൽസും അതുപോലെ നന്നായി ഇംപ്രൂവ് ചെയ്യുന്നു. ഒരു കാര്യം കൂടെ പറയാൻ പറ്റില്ല, പോസ്റ്റ്മാൻ എന്ന് ഉദ്ദേശിക്കുന്നത് അതൊരു ടൂളാണ്. നമ്മൾ ഡെയിലി APIs എഴുതിട്ട് ഇവിടെ REST APIയും ഫാസ്റ്റ് APIയും രണ്ടും പഠിക്കാറുണ്ട് കേട്ടോ. രണ്ടും നിങ്ങൾ മസ്റ്റ് ആയിട്ട് പഠിക്കുക. രണ്ടും ഞങ്ങൾ ഇന്റഗ്രേറ്റ് ചെയ്യാനുള്ള ചാൻസസ് വരുന്നുണ്ട്. 2 AI ബേസ്ഡ് പ്രൊജക്റ്റാണ് ചെയ്യുന്നത്. ഒരു AI ബേസ്ഡ് പ്രൊജക്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ REST API യൂസ് ചെയ്യണം, ഫ്രണ്ട് എൻഡിൽ ബൂട്ട്സ്ട്രാപ്പ് യൂസ് ചെയ്യുന്നു. നെക്സ്റ്റ് പ്രൊജക്ട് ചെയ്യുമ്പോൾ അവിടെ വീണ്ടും നിങ്ങൾ ബാക്ക് എൻഡിൽ REST APIക്ക് പകരം ഫാസ്റ്റ് API ആക്കുക. ഒരു പ്രൊജക്റ്റിൽ നിങ്ങൾ ബൂട്ട്സ്ട്രാപ്പ് ആണ് യൂസ് ചെയ്തതെങ്കിൽ നെക്സ്റ്റ് പ്രൊജക്റ്റിൽ നിങ്ങൾ CSSന്റെ ഫ്രെയിംവർക്ക് ആയിട്ട് Tailwind യൂസ് ചെയ്യും. അങ്ങനെ എല്ലാ ചോയ്സസും നമ്മൾ കവർ ചെയ്തിട്ടായിരിക്കും പോകുന്നത്. സോ ഇവിടെ APIs നിങ്ങൾ എഴുതി കഴിയുമ്പോൾ APIs ടെസ്റ്റ് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ടൂൾ ഉണ്ട്, പോസ്റ്റ്മാൻ യൂസ് ചെയ്തിട്ടാണ് ഓരോ APIs നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നത്. സോ പോസ്റ്റ്മാനകത്ത് കളക്ഷൻസ് ക്രിയേറ്റ് ചെയ്ത് അതിനകത്ത് നിങ്ങൾക്ക് APIs ചെയ്തിട്ട് ടെസ്റ്റ് ചെയ്തിട്ടായിരിക്കും നിങ്ങൾ അതിന്റെ നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് പോകുന്നത്. സോ ഫ്രണ്ട് എൻഡും ബാക്ക് എൻഡും തമ്മിലുള്ള കണക്ഷൻസ് നിങ്ങൾക്ക് കൃത്യമായിട്ട് പഠിക്കാൻ സാധിക്കും. ഒരു കാര്യം പ്രത്യേകിച്ച് ഞാൻ പറയട്ടെ, നിങ്ങൾ നല്ലൊരു കമ്പനിയിൽ വർക്ക് ചെയ്യാൻ പോവുകയാണെങ്കിൽ, അതായത് അത്യാവശ്യം ക്വാളിറ്റി ഉള്ള സ്റ്റാർട്ടപ്സിൽ പോലും ഫ്രണ്ട് എൻഡ് ഡെവലപ്പറിന്റെ കോഡ് സെപ്പറേറ്റ്, ബാക്ക് എൻഡ് ഡെവലപ്പറിന്റെ കോഡ് സെപ്പറേറ്റും ആയിരിക്കും. ഞാൻ ബാക്ക് എൻഡ് ഡെവലപ്പർ ആയിട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് ഞാൻ ഫ്രണ്ട് എൻഡ് കോഡ് കണ്ടിട്ടില്ല. സത്യത്തിൽ കണ്ടിട്ടില്ല എന്ന് പറയുമ്പോൾ ടീം ലീഡ് ആയതുകൊണ്ട് തന്നെ മീറ്റിംഗ്സിൽ ചിലപ്പോൾ ഫ്രണ്ട് എൻഡ് ഡെവലപ്പറുമായിട്ട് ഡിസ്കഷൻ വരുന്ന സമയത്ത് ഞാൻ എന്തെങ്കിലും സജഷൻസ് പറയാനായിട്ട് അവരുടെ കോഡ് എടുക്കാറുണ്ട്. അവർ ഞാനായിട്ട് മീറ്റിംഗ്സിൽ കാണാറുണ്ട്. എന്റെ കയ്യിൽ വരുന്ന കോഡിനകത്ത് ഫ്രണ്ട് എൻഡിന്റെ കോഡ് വരാറില്ല. എന്റെ കയ്യിൽ ബാക്ക് എൻഡിന്റെ കോഡ് മാത്രം വരാറുണ്ട്. ബാക്ക് എൻഡ് ഡെവലപ്പേഴ്സിന്റെ കയ്യിൽ ബാക്ക് എൻഡിൽ എന്താണ് ചെയ്യേണ്ടത്, അവിടെ എന്തൊക്കെ APIs ആണ് നമ്മൾ എഴുതേണ്ടത്, എന്തെങ്കിലും ക്രോൺ എഴുതാനുണ്ടെങ്കിൽ അല്ലെങ്കിൽ വെബ് ഹുക്സ് എഴുതാനുണ്ടെങ്കിൽ ഇതൊക്കെ നമ്മൾ APIs ആയിട്ടാണ് എഴുതി കൊടുക്കുന്നത്. APIs എഴുതുന്നു, പോസ്റ്റ്മാനിൽ ടെസ്റ്റ് ചെയ്യുന്നു, ഇത് നേരെ ഗിറ്റ്ഹബിൽ പുഷ് ചെയ്ത് കഴിഞ്ഞിട്ട് ഫ്രണ്ട് എൻഡിലേക്ക് ഇത് മെസ്സേജ് കൊടുക്കുന്നു ത്രൂ നമ്മുടെ ടിക്കറ്റ് മാനേജ്മെന്റ് സിസ്റ്റം. ഫ്രണ്ട് എൻഡ് ഡെവലപ്പേഴ്സ് നെക്സ്റ്റ് ഡേ അവരുടെ ടാസ്ക് വരുന്ന സമയത്ത്
അവരെന്താ ചെയ്യണേ, കളക്ഷൻസ് ആയിരിക്കും നമ്മൾ ഷെയർ ചെയ്യുന്നത്. പോസ്റ്റ്മാനിൽ നമ്മൾ കൊടുക്കുന്ന കളക്ഷൻസ് ആണ് ഫ്രണ്ട് എൻഡിലും ഷെയർ ചെയ്ത് പോകുന്നത്. ഈ പോസ്റ്റ്മാൻ കളക്ഷൻ യൂസ് ചെയ്തിട്ടാണ് APIs അവർ ടെസ്റ്റ് ചെയ്ത് ഫ്രണ്ടിൽ ബൈൻഡ് ചെയ്ത് വെക്കുന്നത്. സത്യത്തിൽ ഫ്രണ്ട് എൻഡ് ഡെവലപ്പേഴ്സ് ബാക്ക് എൻഡിന്റെ കോഡ് കാണാറില്ല, ബാക്ക് എൻഡ് ഡെവലപ്പേഴ്സ് ഫ്രണ്ട് എൻഡിന്റെ കോഡ് കാണാറില്ല. പൈത്തൺ ജാവോ പഠിച്ച പലരുടെയും ധാരണ മോഡൽ വ്യൂ ടെംപ്ലേറ്റ് MVT ആർക്കിടെക്ചർ വന്നത് കാരണം ടെംപ്ലേറ്റ്സിൽ തന്നെ ഫ്രണ്ട് എൻഡിന്റെ കോഡ് എഴുതി പോകാൻ സാധിക്കും. അങ്ങനെ തന്നെയാണ് ഇൻഡസ്ട്രിയൽ പ്രൊജക്ട് എന്ന് ചിന്തിക്കുന്ന ഒത്തിരി പേരുണ്ട്. സത്യത്തിൽ അങ്ങനെ എഴുതുന്ന വളരെ കുറച്ച് കമ്പനീസ് മാത്രമേ ഉള്ളൂ. 1-2 ഡെവലപ്പേഴ്സ് അല്ലെങ്കിൽ വളരെ ചുരുക്കം ഡെവലപ്പേഴ്സ് ഉള്ള കമ്പനീസിലാണെങ്കിൽ അങ്ങനെ എഴുതി പോകാറുണ്ട്. പക്ഷെ അത്യാവശ്യം ക്വാളിറ്റി ആയിട്ട് എഴുതുന്ന സ്ഥലങ്ങളിൽ ഫ്രണ്ട് എൻഡും ബാക്ക് എൻഡും സെപ്പറേറ്റ് ആയിരിക്കും കോഡ് എഴുതുന്നത്. എപ്പോഴും ഓർത്തിരിക്കുക, APIs ആണ് ഫ്രണ്ട് എൻഡും ബാക്ക് എൻഡും തമ്മിൽ കണക്ട് ചെയ്ത് പോകുന്നത്. ഇവിടെ APIs എഴുതാനായിട്ട് REST API ഫാസ്റ്റ് API യൂസ് ചെയ്യുന്നുണ്ട്. ഒരു പ്രൊജക്റ്റിൽ REST API പഠിക്കുന്നു, മറ്റൊരു പ്രൊജക്റ്റിൽ ഫാസ്റ്റ് API ആയിരിക്കും യൂസ് ചെയ്യുന്നത്. അതിനും ഒരു റീസൺ ഉണ്ട്. ചില കമ്പനീസിൽ REST API ആയിരിക്കും ആവശ്യമുള്ളത്, അല്ലെങ്കിൽ അവിടെ ഫോളോ ചെയ്യുന്നത് REST API ആയിരിക്കും. ചില കമ്പനീസിൽ ഫാസ്റ്റ് API ആയിരിക്കും ഫോളോ ചെയ്യുന്നത്. സോ നമ്മൾ ഇന്റർവ്യൂവിന് പോകുമ്പോൾ നമ്മൾ റെസ്യൂം കൊടുക്കുമ്പോൾ, അല്ലെങ്കിൽ അവർ നമ്മുടെ റെസ്യൂം നോക്കിയിട്ട് നമ്മുടെ GitHubൽ നമ്മുടെ കോഡ് നോക്കുമ്പോൾ അവിടെ നമ്മൾ REST API യൂസ് ചെയ്തിട്ടുണ്ട്, നമുക്ക് ഫാസ്റ്റ് APIയും അറിയാമെങ്കിൽ, റെസ്റ്റും ഫാസ്റ്റും നമ്മൾക്ക് അറിയാമെങ്കിൽ നമുക്കൊരു പ്രിഫറൻസ് കൂടുതലായിട്ട്. സോ ഇൻഡസ്ട്രിയിൽ ഇന്ന് വേണ്ട കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മാക്സിമം നമ്മൾ ഇവിടെ തന്നെ തന്നിട്ടുണ്ട്. ഇത് കൂടാതെ ടെക്നോളജി ഡെയിലി അപ്ഡേറ്റ് ആയി പോകുന്നുണ്ട്. ഫ്രണ്ട് എൻഡ് കേസിൽ ഫ്രണ്ട് എൻഡ് ഡെവലപ്പേഴ്സ് നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ബാക്ക് എൻഡിലും ഓരോ സ്പ്രിന്റ് കഴിയുമ്പോഴും അവിടെ ഇന്റർവ്യൂസ് ഉണ്ടാകും. അവിടെയും ടെക്നിക്കൽ എക്സ്പെർട്സ് ബാക്ക് എൻഡ് ഡെവലപ്പേഴ്സ് ആയിരിക്കും നിങ്ങളെ ഇന്റർവ്യൂ ചെയ്യുന്നത്. ഇൻഡസ്ട്രിയിൽ ഇന്ന് എന്ത് ആവശ്യമുണ്ട് എന്ന് അവിടെയും നിങ്ങൾക്ക് ഫീഡ്ബാക്ക് കിട്ടുന്നുണ്ടാവും. നിങ്ങളുടെ ഇന്റർവ്യൂവിന്റെ റെസ്പോൺസ് എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത് ആ ഫീഡ്ബാക്ക് ഞങ്ങളെ അറിയിക്കും. ഞാൻ ബാക്ക് എൻഡ് ഡെവലപ്പർ ആയതുകൊണ്ട് തന്നെ നിങ്ങളോടൊപ്പം ഞാൻ കൂടെ ഉണ്ടാവും. ഫ്രണ്ട് എൻഡും എനിക്കറിയാം, സോ ഫ്രണ്ട് എൻഡും ചെക്ക് ചെയ്യും. ബാക്ക് എൻഡിൽ നിങ്ങളുടെ ഓരോ മൈന്യൂട്ട് ആയിട്ടുള്ള ചേഞ്ചസിലും ഞാൻ നിങ്ങളോടൊപ്പം നിങ്ങളുടെ കൂടെ ഉണ്ടാകും. നിങ്ങൾക്ക് ഇതുവരെ കഴിഞ്ഞ ടെക്നിക്കൽ റൗണ്ട് ആയിരുന്നെങ്കിൽ നമ്മൾ ബാക്ക് എൻഡിൽ 3 പ്രൊജക്ട്സ് ചെയ്യുന്നു എന്ന് പറഞ്ഞു. ഒരു മിനി പ്രൊജക്റ്റും 2 മേജർ പ്രൊജക്റ്റും, AI ബേസ്ഡ് ആയിട്ടുള്ള 2 മേജർ പ്രൊജക്ട്. ഒരു മിനി പ്രൊജക്റ്റും കഴിഞ്ഞു, 1ാമത്തെ AI ബേസ്ഡ് പ്രൊജക്റ്റും ചെയ്ത് കഴിയുമ്പോൾ തന്നെ നിങ്ങളുടെ ലെവൽ ഇവിടെ എത്തും. നിങ്ങൾ അത്യാവശ്യം നല്ലൊരു ലെവലിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ഇന്റർവ്യൂവിലേക്ക് പോകാനുള്ള ഒരു ടൈമായി. നിങ്ങൾക്കൊരു കമ്പനിയിൽ നിങ്ങളുടെ റെസ്യൂം സബ്മിറ്റ് ചെയ്യാനും നിങ്ങൾക്കൊരു ഡെവലപ്പറുടെ ലെവലിലേക്ക് നിങ്ങൾ എത്തിക്കഴിഞ്ഞു. അവിടെ നിങ്ങൾക്കൊരു HR റൗണ്ട് വേണം. സെക്കൻഡ് പ്രൊജക്റ്റിലേക്ക് നിങ്ങൾ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ ടെക്നിക്കൽ റൗണ്ട് ഇന്റർവ്യൂ ഉണ്ടാവും, കൂടാതെ HR റൗണ്ട് ഇന്റർവ്യൂ ഉണ്ടാവും. നിങ്ങൾക്ക് ഗ്രൂപ്പ് ഡിസ്കഷൻസ് ഉണ്ടാവും. ഇത് കൂടാതെ ഇവിടെ തന്നെ നമുക്ക് ഫൺ ആക്ടിവിറ്റീസ് ഉണ്ടാവും. നിങ്ങളുടെ പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ഒരു ഇന്റർവ്യൂറുടെ ഫ്രണ്ടിൽ പോയി ധൈര്യമായിട്ട് ഇരിക്കാനുള്ള ഒത്തിരി ടിപ്സ് ഉണ്ട്. അത് നമ്മൾ ഇടയ്ക്കൊക്കെ നിങ്ങൾക്ക് ഇന്റർവ്യൂ ചെയ്യുന്ന സമയത്തും അല്ലെങ്കിൽ അല്ലാതെ തന്നെ നിങ്ങളുടെ പേഴ്സണാലിറ്റി ഇൻക്രീസ് ആകാനായിട്ട് നിങ്ങളെ വെച്ചിട്ട് ഒരുപാട് ആക്ടിവിറ്റീസ് നിങ്ങൾ ചെയ്യിക്കും. ഇപ്പോൾ ബുക്സ് റീഡ് ചെയ്യാനായിട്ട് പറയും. റീഡിങ് ഹാബിറ്റ് നല്ലതാണ്, നമുക്ക് മെമ്മറി ഇൻക്രീസ് ചെയ്യാം, അത് ചെയ്യിക്കും. അല്ലെങ്കിൽ നിങ്ങളെ വെച്ചിട്ട് നിങ്ങൾക്ക് റീൽസ് തരും, നിങ്ങളെ കൊണ്ട് റീൽസ് ചെയ്യിക്കും. അപ്പൊ ആ റീൽസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരു ചമ്മൽ അല്ലെങ്കിൽ നമ്മൾ ഒരു ഫിയർ ഉണ്ടാവുമല്ലോ, അത് കുറഞ്ഞു കിട്ടും. പബ്ലിക് റിയാക്ഷൻസ് ചെയ്യിക്കും. അപ്പൊ നിങ്ങൾക്ക് പബ്ലിക്കിൽ പോയി ഇന്ററാക്ട് ചെയ്യാനുള്ള പേടി. അതായത് ഉദ്ദേശിക്കുന്നത് ഇത്രേ ഉള്ളൂ, ഒരു ഇന്റർവ്യൂ നടക്കുന്ന സമയം ഇന്റർവ്യൂ ചെയ്യാൻ ആള് കുറെ ക്വസ്റ്റ്യൻസ് ആയിട്ട് പ്ലാൻ ചെയ്ത് വരും. പക്ഷെ അതിന് മേലെ ആ കൺട്രോൾ നിങ്ങൾക്ക് വേണം. ആ ഒരു കൺട്രോൾ നിങ്ങൾക്ക് കിട്ടിയിട്ട് പുള്ളി എന്ത് ചോദിക്കണം, പുള്ളി അടുത്ത ക്വസ്റ്റ്യൻ എന്തായിരിക്കും ചോദിക്കണം, അതിനടുത്ത ക്വസ്റ്റ്യൻ എന്ത് ചോദിക്കണം എന്ന് നമുക്ക് പ്ലാൻ ചെയ്ത് ആ ഒരു കോൺവെർസേഷൻ കൊണ്ടുപോകാൻ പറ്റും. ആ ഒരു കൺട്രോൾ നമ്മുടെ കയ്യിൽ നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും. അങ്ങനെ ഒരു കോൺവെർസേഷനിലേക്ക് നിങ്ങളെ എത്തിക്കുക എന്നുള്ളതാണ്. അതിന് ഫസ്റ്റ് വേണ്ടത് ആ ഒരു ഫിയർ മാറ്റുക. ദെൻ നമുക്ക് വേണ്ട സ്കിൽസ് നമുക്ക് മേളിലെത്തിക്കാം. സ്കിൽസ് ആണ് സത്യത്തിൽ പ്രധാനം. ഈ വീഡിയോയുടെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ പറഞ്ഞിരുന്നു, ഞാൻ കഴിഞ്ഞ 13 വർഷമായിട്ട് ഞാൻ BTech ട്യൂഷൻ എടുക്കുന്ന ആളാണ്. ഞാൻ IT കമ്പനിയിൽ വർക്ക് ചെയ്യുന്നു, അതുപോലെ തന്നെ കോളേജ് വർക്ക് ചെയ്തിരുന്നു. 5 വർഷം കോളേജിൽ വർക്ക് ചെയ്തിരുന്നു. ഇതിന്റെ കൂടെ തന്നെയാണ് BTech ട്യൂഷൻസും എടുത്തു പോരുന്നത്. ഇത്രയും വർഷത്തെ ടീച്ചിങ് എക്സ്പീരിയൻസിൽ എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്, എന്നോടൊപ്പം ഒത്തിരി നല്ല സ്റ്റുഡൻസ് ഉണ്ട്. പലരും ഇന്ന് കമ്പനീസിൽ, ഇൻഫോസിസിലും വിപ്രോയിലും ബോഷ്, നോക്കിയ തുടങ്ങിയ എല്ലാ ടോപ്പ് കമ്പനീസിലും എന്റെ സ്റ്റുഡൻസ് ഉണ്ട്. എനിക്ക് അവരെ വിളിച്ചിട്ട് ഒരു പ്ലേസ്മെന്റ് തരിക എന്ന് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ച് നിസ്സാരമാണ്. പക്ഷെ ഞാൻ അങ്ങനെ ചെയ്യില്ല. നിങ്ങളുടെ സ്കിൽസ് ആണ് ഞാൻ ഫോക്കസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണ്ട സ്കിൽസ് ഞാൻ മാക്സിമം എത്തിക്കാം. അതിനുശേഷം ഈ പറയുന്ന കമ്പനീസിലോ അല്ലെങ്കിൽ ഏതെങ്കിലും സ്റ്റാർട്ടപ്പ് കമ്പനീസിൽ, എന്റെ തന്നെ സ്റ്റുഡൻസിന് സ്വന്തമായിട്ട് കമ്പനി ഉണ്ട്. ഞങ്ങൾക്കും ഇവിടെ സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് ഉണ്ട്. ഞങ്ങൾക്ക് അറിയാവുന്ന കമ്പനീസിൽ അല്ലെങ്കിൽ എനിക്ക് റെഫർ ചെയ്യാൻ പറ്റുന്ന കമ്പനീസിൽ അവിടെ വേക്കൻസി വരുമെങ്കിൽ അവർക്ക് വേണ്ട സ്കിൽസ് നിങ്ങൾക്ക് എത്തിക്കുക എന്നുള്ളത് ഞാൻ ആദ്യം ഫോക്കസ് ചെയ്യുന്നു. അതിനുശേഷം മാത്രം നിങ്ങളെ ഞാൻ അങ്ങോട്ടേക്ക് വിടുന്നു. നിങ്ങൾക്ക് അവിടെ ഇന്റർവ്യൂ പോകുന്ന സമയത്ത് നിങ്ങൾക്ക് ആ ഇന്റർവ്യൂ മാക്സിമം നന്നായിട്ട് പ്രസന്റ് ചെയ്യാനുള്ള സ്കില്ലിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്
എന്റെ ആദ്യത്തെ ടാസ്ക്. ഡെവലപ്പേഴ്സ് കൂടാതെ പല കമ്പനീസിലും HR സെക്ഷനിലും എന്റെ സ്റ്റുഡൻസ് MBA കഴിഞ്ഞിട്ട് BTech MBA ഒക്കെ കഴിഞ്ഞിട്ട് വർക്ക് ചെയ്യുന്നവരുണ്ട്. സോ അവരുടെ കമ്പനീസിലും ത്രൂ റെഫറൻസ് എനിക്ക് നിങ്ങളെ അവിടെ എത്തിക്കാൻ സാധിക്കും. ഇനി നമ്മുടെ കമ്പനിയിൽ തന്നെ പ്രൊജക്ട്സ് ഉണ്ട്. ആ പ്രൊജക്ട്സിലേക്ക് നമുക്ക് ഫ്രഷേഴ്സിന്റെ ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങൾ ഫസ്റ്റ് കൺസിഡർ ചെയ്ത് നിങ്ങളെ തന്നെയായിരിക്കും. കാരണം നിങ്ങൾക്ക് എന്തറിയാം എന്ത് അറിയത്തില്ല എന്നുള്ളത് എനിക്ക് നന്നായിട്ട് ഒരു ഐഡിയ ഉണ്ട്. സോ ഫസ്റ്റ് പ്രിഫറൻസ് നിങ്ങൾക്കായിരിക്കും. നിങ്ങൾക്കൊരു ജോലി കിട്ടാൻ ആവശ്യമായിട്ടുള്ള സ്കിൽ എന്താണ്, ആ സ്കില്ലിലേക്ക് ഞാൻ നിങ്ങളെ മാക്സിമം എത്തിക്കാൻ ശ്രമിക്കും. ഞങ്ങളുടെ സപ്പോർട്ടിനോടൊപ്പം നിങ്ങളും കൂടെ ഹാർഡ് വർക്ക് ചെയ്യാൻ റെഡി ആണെങ്കിൽ നമുക്ക് ഈ സ്കിൽസ് ഒക്കെ പ്രോപ്പർ ആയിട്ട് അറ്റൈൻ ചെയ്യാൻ സാധിക്കും. സോ ഇവിടെ ഞാൻ 8 monthsന്റെ ഒരു ഫുൾ സ്റ്റാക്ക് ഇന്റേൺഷിപ്പ് ആയിരുന്നു പറഞ്ഞത്. പൈത്തൺ ജാങ്കോ AA ബേസ്ഡ് ആണെങ്കിൽ 8 months ആണ്. 8 monthsന്റെ ഇന്റേൺഷിപ്പിന് മുമ്പ് തന്നെ 2 monthsന്റെ ആഡ് ഓൺ കോഴ്സും കൂടെ നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 10 months ആവും. പൈത്തൺ ജാങ്കോ AA അല്ലാതെ പൈത്തൺ ഫ്ലാസ്ക് AA ബേസ്ഡ് ഉണ്ട്. ഫ്ലാസ്കും ജാങ്കോയും തമ്മിൽ ഡിഫറൻസ് കൂടെ ഞാൻ പറഞ്ഞുതരാം. ജാങ്കോ വരുമ്പോൾ കോംപ്ലക്സ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻസ് ആണ് ചെയ്യുന്നത്. ഫ്ലാസ്കിലും AA ഒക്കെ സപ്പോർട്ട് ചെയ്യും, പക്ഷെ ചെറിയ ആപ്ലിക്കേഷൻസ് ആണ് ഫ്ലാസ്കിൽ നമ്മൾ കൂടുതലായിട്ട് എഴുതുന്നത്. ഇപ്പൊ നിങ്ങൾക്ക് പൈത്തൺ ജാങ്കോ ഫ്ലാസ്ക് ഒക്കെ പഠിക്കണമെങ്കിൽ അതിന് ഫ്ലാസ്ക് ബേസ് ചെയ്തിട്ട് ഒരു പ്രൊജക്ട് വീണ്ടും ചെയ്യാൻ സാധിക്കും. അത് പൈത്തൺ ജാങ്കോ പ്ലസ് ഫ്ലാസ്ക് ബേസ്ഡ് AA. അതിന്റെ ഡ്യൂറേഷൻ 10 months ആണ്. 8 monthsന്റെ ഇന്റേൺഷിപ്പ് പ്ലസ് ഫ്ലാസ്കിനോട് ചേരുമ്പോൾ 10 months. ഇനി മറ്റൊരു കാര്യം കൂടെയാണ്, നിങ്ങൾ കേട്ടിരിക്കാൻ വഴിയില്ലാത്ത സംഗതിയുണ്ട്, ERP സിസ്റ്റംസ്. പല കമ്പനീസിലും അവരുടെ ഇന്റേണൽ വർക്കിംഗ് നടത്താനായിട്ട് യൂസ് ചെയ്യുന്ന സിസ്റ്റംസ് ഉണ്ട്. എന്റർപ്രൈസ് റിസോഴ്സ് പ്ലാനിംഗ് എന്ന് പറയുന്ന ERP സിസ്റ്റം. നമ്മുടെ വെബ്സൈറ്റിൽ ഞങ്ങൾ ഹാൻഡിൽ ചെയ്യുന്നത് ERP വെച്ചിട്ടാണ്. സോ ഇന്റേണലി ടീം മെമ്പേഴ്സിനെ പ്രോപ്പർലി ഡീൽ ചെയ്യാനാണ് ഈ ERP സിസ്റ്റംസ് നമ്മൾ യൂസ് ചെയ്യുന്നത്. പൈത്തൺ ERP ഡെവലപ്പർ, ഓഡോ ഡെവലപ്പർ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ലിങ്ക്ഡിനിലൊക്കെ പോസ്റ്റ് കിടപ്പുണ്ട്. ഓഡോ ഡെവലപ്പർ, ഫ്രാപ്പേ ഡെവലപ്പർ, ഇങ്ങനെയുള്ള ഫ്രാപ്പേ ERP ഡെവലപ്പർ അല്ലെങ്കിൽ ഓഡോ ഡെവലപ്പർ ഒക്കെ ആയിട്ട് നിങ്ങൾക്ക് പോകുന്നുണ്ട്. അതിന് മാത്രം 35,000-40,000 മന്ത്ലി സാലറി ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ ഇന്റേൺഷിപ്പ് കൂടാതെ പൈത്തൺ ജാങ്കോ പ്ലസ് ഫ്ലാസ്ക്, ഇത് കൂടാതെ പൈത്തൺ ജാങ്കോ പ്ലസ് ഫ്ലാസ്ക് പ്ലസ് ERP അല്ലെങ്കിൽ ഫ്ലാസ്ക് സ്കിപ്പ് ചെയ്തിട്ട് പൈത്തൺ ജാങ്കോ ERP ബേസ്ഡ് ഇന്റേൺഷിപ്പ്, ഇങ്ങനെ ERP ബേസ് ചെയ്തിട്ടുള്ള ഇന്റേൺഷിപ്പും നിങ്ങൾക്ക് ചെയ്യാം. ജാങ്കോയും ERP ഫ്രാപ്പയും പഠിക്കാം. അതിനെ ബേസ് ചെയ്തിട്ടുള്ള ഇന്റേൺഷിപ്പ് കൂടെ ചെയ്യുമ്പോൾ ഏകദേശം അതൊരു 15 മാസമാണ് അതിന്റെ ഡ്യൂറേഷൻ വരുന്നത്. പക്ഷെ ഇതിന്റെ ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് ചോദിച്ചാൽ ഇതിൽ നിങ്ങൾക്ക് ജാങ്കോ അറിയാം, ഫ്ലാസ്ക് അറിയാം, ഫ്രാപ്പേ അറിയാം. ഈ 3 കാര്യങ്ങൾ നിങ്ങൾക്ക് പഠിക്കാനായിട്ട് സാധിക്കും. ഇതിൽ ജാങ്കോയും ഫ്ലാസ്കും അറിയാമെങ്കിൽ നിങ്ങൾക്ക് ഡെവലപ്പർ ആയിട്ട് പൈത്തൺ ജാങ്കോ ഡെവലപ്പർ ആയിട്ട് വർക്ക് ചെയ്യാം. ERP മാത്രം അറിയാമെങ്കിൽ നിങ്ങൾക്ക് ERP ഡെവലപ്പർ ആയിട്ട് ഫ്രാപ്പേ ERP ഡെവലപ്പർ ആയിട്ട് വർക്ക് ചെയ്യാം. ഇത് രണ്ടും അറിയാമെങ്കിൽ ഡബിൾ ബോണസ് ആണ്. സോ ഇതൊക്കെയാണ് നമ്മുടെ ഇന്റേൺഷിപ്പിൽ നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത്. ഇത് കൂടാതെ നിങ്ങളുടെ ലിങ്ക്ഡിൻ പ്രൊഫൈൽ നിങ്ങൾ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം, നിങ്ങൾ എന്തൊക്കെയാണ് ഒരു ജോബ് വാക്കൻസിക്ക് അപ്ലൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണ്, അവിടെ നിങ്ങൾ പ്രസന്റ് ചെയ്യേണ്ടത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ ഇന്റർവ്യൂ കഴിയുമ്പോൾ ഫീഡ്ബാക്സ് ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരും. നിങ്ങളുടെ ഒരു പോർട്ട്ഫോളിയോ ബിൽഡ് ചെയ്യാനും നിങ്ങളുടെ GitHub എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യണം, ഈ കാര്യങ്ങളൊക്കെ ഇന്റേൺഷിപ്പ് പീരീഡിൽ ഞങ്ങൾ പറഞ്ഞു തരുന്നുണ്ടാവും. സോ ഇവിടുത്തെ ഇന്റേൺഷിപ്പിനെ കുറിച്ച് ഐഡിയ നിങ്ങൾക്ക് കിട്ടി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാ മാസവും 2 ബാച്ച് ആയിട്ടാണ് ഞങ്ങൾ ഇന്റേൺഷിപ്പ് കണ്ടക്ട് ചെയ്യുന്നത്. സോ നിങ്ങൾക്ക് വരാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും കണ്ടക്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ പേഴ്സണലി ഞാൻ പ്രിഫർ ചെയ്തത് നിങ്ങൾ ഓഫ്ലൈൻ വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഒരു ഡെഡിക്കേറ്റഡ് ആയിട്ട് വർക്ക് സ്പേസ് ഉണ്ട്. നിങ്ങളുടെ സ്വന്തം വർക്ക് സ്പേസ് നമ്മുടെ ബിൽഡിങ്ങിന്റെ ഗ്രൗണ്ട് ഫ്ലോറിൽ നിങ്ങൾക്കായിട്ട് ഇവിടെ ഉണ്ട്. നിങ്ങൾക്ക് ഒരു ഡെവലപ്പർ ആയിട്ട് ഒരു ടെക്കി ആയിട്ട് ഇവിടെ ഇരുന്ന് നിങ്ങൾക്ക് വർക്ക് ചെയ്യാം. വീട്ടിലിരുന്ന് ഒരു ഓൺലൈനായിട്ട് വർക്ക് ചെയ്യുന്നതിനെക്കാട്ടിലും എന്തുകൊണ്ട് നിങ്ങൾക്ക് ഇവിടെ വർക്ക് സ്പേസിലിരുന്ന് വർക്ക് ചെയ്യുമ്പോൾ അതിന്റെ ഒരു സീരിയസ്നെസ് ഉണ്ടാവും. കുറച്ചുകൂടെ നിങ്ങൾ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യും. കൂടുതൽ വിവരങ്ങൾക്കായി ഈ കാണുന്ന നമ്പറിൽ വിളിച്ചാൽ നിങ്ങൾക്ക് ഞങ്ങളെ കോൺടാക്ട് ചെയ്യാൻ സാധിക്കും. കൂടുതൽ ഡീറ്റെയിൽസും ഫീസ് ഡീറ്റെയിൽസും ഒക്കെ നിങ്ങൾക്ക് അവിടെ അറിയാൻ സാധിക്കും. സോ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ബൈ.